അസ്സലാമു അലൈക്കും. ഇടക്ക് വെച്ചൊരു കാര്യം, മർക്കസ് സഖാഫത്തി സുന്നിയായുടെ വിവിധ പദ്ധതികളിലൊന്നാണ് മർക്കസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മർക്കസ് ആരോഗ്യം മാസിക. നമ്മുടെ ആരോഗ്യ സംബന്ധമായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റു വിഷയങ്ങളും വളരെ നന്നായി പ്രതിപാദിക്കുന്ന മാസിക ഇവിടെ ലഭ്യമാണ് എന്ന് അറിയിക്കുകയാണ്. വേണ്ടപ്പെട്ടവരെല്ലാവരും അത് കൈപ്പറ്റണമെന്നുകൂടി സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ കേട്ട പ്രധാനപ്പെട്ട വാർത്ത കാഷ്യസ് മാഴ്സല്ലസ് ക്ലേയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. 40 വർഷം മുമ്പ് മനുഷ്യനാവാൻ, മനുഷ്യനായി ജീവിക്കാൻ അമേരിക്കയിലെ വെള്ളക്കാർ അനുവദിക്കാതിരുന്ന സമയം ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ഇസ്ലാമിലൂടെ പുതിയ ലോകം കണ്ടെത്തിയ വ്യക്തിത്വമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് അലി ക്ലേ എന്ന ഇതിഹാസ കഥാപാത്രം. ഞാൻ പറയുന്നത്, ലോകത്ത് ഏറ്റവും വേഗത്തിൽ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആദർശമെന്ന. അതിന്റെ കാരണം, ഈ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രത്യേകത, ഇത് മനുഷ്യർ ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ്. സൃഷ്ടാവായ പടച്ച തമ്പുരാൻ തന്നെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ നന്മയ്ക്കു വേണ്ടി അവതരിപ്പിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആദർശ പ്രസ്ഥാനം. ആദിമ മനുഷ്യരായ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മഹത്തുക്കളായ പ്രവാചകന്മാർ ഇതിന്റെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു ലോകത്തേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇത് പൂർത്തിയാവുകയും ലോകത്ത് ഇന്നും യാതൊരു കേടുപാടും പറ്റാതെ അത് നിലനിൽക്കുകയുമാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ കാണുന്നതും അറിയാത്തതും അറിയുന്നതും ചിലപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പിടികിട്ടാത്തതുമായ മേഖലകളെയൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ജീവികളുടെ വരെ കഥ പറയുന്നുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം. ഇന്നത്തെ കാലത്തെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് കുറച്ചുകൂടി പഴയകാലത്തെ മനുഷ്യർ കണ്ടതല്ലാത്ത ലോകങ്ങൾ കാണാൻ അവർക്ക് കഴിയുന്നുണ്ട്. പഴയകാലത്തെ ആളുകൾ അനുഭവിച്ച ചില യാഥാർത്ഥ്യങ്ങൾ ഇന്നത്തെ തലമുറക്ക് കാണാനോ അറിയാനോ അനുഭവിക്കാനോ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഡിസ്കവറി ചാനൽ ഒന്ന് തുറന്നു നോക്കിയാൽ അതിലൂടെ നമ്മൾ കാണുന്ന കാടിന്റെയും മേടിന്റെയും വന്യമായ സൗന്ദര്യവും അത്ഭുതങ്ങളും അതൊന്നും പഴയകാലത്തെ മനുഷ്യർക്ക് ചിലപ്പോ അതുപോലെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ലോകത്തെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ച് അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് കൂടി പ്രതിവിധി പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം. കഴിഞ്ഞ കുറെ മുമ്പെയാണ് കാനഡയിലെ ഒരു സ്വർണ്ണഖനിയിലെ തൊഴിലാളികൾ ഒരാഴ്ച സമരം നടത്തുകയാണ്. സമരം കഴിഞ്ഞ് സാധാരണ പോലെ അവർ ഈ സ്വർണ്ണഖനിയിലേക്ക് ജോലിക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഓരോരുത്തരായി ലിഫ്റ്റിൽ കയറി താഴേക്ക് അങ്ങനെ പോയി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഈ ഫാക്ടറിയിലെ അല്ലെങ്കിൽ സ്വർണ്ണ ഖനിയിലെ
അന്നുണ്ടായിരുന്ന പതിവ്. ഒരാൾക്ക് മാത്രം കയറാൻ കഴിയുന്ന ലിഫ്റ്റിൽ കയറിയിട്ട് താഴേക്ക് പോകുന്ന ആളുകൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ മേലേക്ക് വരുന്ന ലിഫ്റ്റിൽ അടുത്തയാൾ താഴേക്ക് പോവുകയാണ്. അങ്ങനെ സമരം കഴിഞ്ഞ് ആളുകൾ ഓരോരുത്തരായി താഴേക്കിറങ്ങിയിട്ട് 8 പേർ ഒന്നിനു പിറകെ മറ്റൊന്നായി താഴേക്കിറങ്ങിയതിന് ശേഷമാണ് മേലെ നിൽക്കുന്ന ഒരാൾക്ക് താഴെയുള്ള ആരോ ഒരാളുമായി ബന്ധപ്പെടണം എന്ന് തോന്നുന്നത്. സംസാരത്തിന്, ആശയവിനിമയത്തിന് അവരുടെ മുമ്പിലുണ്ടായിരുന്ന അന്നത്തെ രീതി അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന സംവിധാനം വാക്കി ടോക്കി എന്ന് പറയുന്ന പോലീസുകാരുടെ കയ്യിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു സംവിധാനമായിരുന്നു. ഇത് വെച്ചുകൊണ്ട് താഴെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും താഴെയുള്ള ആളെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. മാറി മാറി ശ്രമിച്ചു നോക്കിയിട്ടും 8 പേരുമായും അവർക്ക് ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് അയാളുടെ ഉള്ളിൽ ചെറിയ ഒരു കാളൽ വരുന്നത്. എന്തു സംഭവിച്ചു എന്റെ കൂട്ടുകാർക്ക് എന്നായിരുന്നു അയാളുടെ മനസ്സ് ചോദിച്ച ചോദ്യം. വിവരം ഓഫീസിൽ പറയുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഭരണകൂടവും വേണ്ടപ്പെട്ടവരും ഗൗരവത്തിൽ വിഷയം ഏറ്റെടുക്കുകയും പോലീസ് വരുന്നു, പട്ടാളക്കാർ വരുന്നു, ഫെയർഫോഴ്സ് വരുന്നു, മറ്റുള്ളവർ വരുന്നു. ആരോ ഒരാൾ പറഞ്ഞു, താഴെ ഈ 8 പേർ, ഭൂമിയുടെ താഴേക്ക് ഇറങ്ങിപ്പോയ, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ 8 മനുഷ്യർ താഴെയുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഒരു ചെറിയ മാർഗം സ്വീകരിച്ചുകൂടെ? എന്തായിരുന്നു മാർഗം? ഒരു ക്യാമറ, വീഡിയോ ക്യാമറ താഴേക്ക് അയച്ച് അവിടെയുള്ള രംഗങ്ങൾ പകർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെക്കാനുണ്ടായിരുന്നത്. സ്വീകരിക്കപ്പെട്ടു ആ ആശയം. അങ്ങനെ താഴേക്ക് കൊണ്ടുപോയി ക്യാമറ താഴെയുള്ള രംഗങ്ങൾ മുഴുവനും പകർത്തിയെടുത്ത് മുകളിൽ വന്ന് നോക്കിയ സമയത്ത് ആ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളിലൊന്നും 8 മനുഷ്യരുടെ ഒരടയാളവും ഉണ്ടായിരുന്നില്ല. ക്യാമറ ഒരു ചിത്രം പുറത്തേക്കിട്ടു തന്നു. എന്തായിരുന്നു ചിത്രം? അത് ഈ ഖനിയുടെ ഉൾഭാഗത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കുന്ന ഒരു ജീവിയുടെ ചിത്രമാണ്. ഏതായാലും അത് കിട്ടിയപ്പോ ഭരണകൂടം തീരുമാനമെടുത്തു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന്. ആ ജീവിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് അതിന്റെ വയറ് അവര് കീറി നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ലോകം അത്ഭുതപ്പെട്ടു എന്ന് മലയാള പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സിഗരറ്റ് പാക്കറ്റിന്റെ ഉള്ളിൽ സിഗരറ്റ് ഒതുക്കി വെച്ചതുപോലെ 8 മനുഷ്യരുടെ മൃതദേഹം, മയ്യത്ത് ഈ ഒരു ജീവിയുടെ വയറ്റിൽ വളരെ നല്ല രൂപത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ജീവി സാധാരണ നമ്മള് പാടത്തും പറമ്പിലുമൊക്കെ മഴക്കാലത്ത് കാണുന്ന, തോട്ടിൻകരകളിൽ നമ്മൾ കാണുന്ന നീർക്കോലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ഇഴജന്തുവായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കാര്യമെത്തുന്നത്. ഡിസ്കവറി ചാനൽ ശ്രദ്ധിച്ച കുട്ടികൾ ചിലപ്പോ ആടിനെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോ കാളക്കൂറ്റനെ വിഴുങ്ങുന്ന മറ്റു ജീവികളെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ 8 മനുഷ്യരെ വിഴുങ്ങിയ ഒരു പാമ്പിനെ അന്ന് മലയാള പത്രങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. അമേരിക്കയോട് ചേർന്നു നിൽക്കുന്ന കാനഡ എന്ന് പറയുന്ന നാട്ടിൽ. ഇതാണ് ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. ചിലപ്പം നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ ബുദ്ധി സമ്മതിച്ചു തരാത്ത ജീവജാലങ്ങളും ഭൂമിയിൽ ജീവിക്കുന്നു എന്ന്. ആ ജീവജാലങ്ങളുടെ പോലും മനസ്സറിഞ്ഞുകൊണ്ട് അവയുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അറിയുക, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് മദീനയിൽ വെച്ച് പ്രഭാഷണം നടത്തുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ തഖ്തുലുൽ ഖുദാ, നിങ്ങൾ തവളയെ കൊല്ലാൻ പാടില്ല. തവളയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും അനുയായികൾ ചോദിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ട്? റസൂലുള്ള പറഞ്ഞു, ഫഇന്ന വികാഅഹാ തസ്ബീഹ്, അവയുടെ കരച്ചിൽ പ്രാർത്ഥനയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ തവളയെപ്പോലും കുഞ്ഞിന്റെയും ചെറിയ കൊച്ചു
കൊച്ചു പക്ഷികളുടെ വരെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഫത്ഹുൽ മൊയ്ൻ എന്ന് പറയുന്ന കിതാബ് നോക്കിയാൽ നമുക്ക് കാണാം, പശുവിനെ കറക്കുന്ന, എരുമയെ കറക്കാൻ വേണ്ടി പോകുന്ന, ആടിനെ കറക്കാൻ വേണ്ടി പോകുന്ന കർഷകരോട് ഇസ്ലാം സംവദിക്കുകയാണ്. അവരോട് പറഞ്ഞു, രാവിലെ നീ നിന്റെ ചായയിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം പാലിന് വേണ്ടി പശുവിന്റെ അടുത്തേക്ക് തിരക്ക് പിടിച്ചു പോവുകയാണ് എങ്കിൽ നിന്റെ കൈ നേരെ അതിന്റെ അകിടിലേക്ക് നീ ഉപയോഗിക്കാൻ പാടില്ല. നീ ചെയ്യേണ്ട പണി എന്താണ്? ഇസ്ലാം പറഞ്ഞു, നിന്റെ കൈയിൽ അല്പം എണ്ണ പുരട്ടണം. എന്താണ് കാരണം? മനുഷ്യന്റെ ജോലിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവന്റെ കൈ ചിലപ്പോ ഉറച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് മദീനയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വരുന്നു, കൈ പിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. അവരങ്ങനെ ഓരോരുത്തർ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ മാത്രം അടുത്തേക്ക് വരുന്നില്ല. റസൂലുള്ളാഹി ചോദിച്ചു, നീ മാത്രം എന്താണ് എന്റെ അടുത്തേക്ക് വരാത്തത്? അവിടുന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭവ്യതയോടെ മറുപടി പറഞ്ഞു, എന്റെ കൈ പാറ പോലെ ഉറച്ച കൈയാണ്. ആ കൈ കൊണ്ട് നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു അവിടുത്തെ കൈക്ക് എന്തെങ്കിലും പോറൽ പറ്റുമോ എന്ന്. കാരണം എന്റെ കൈയുടെ ഉൾഭാഗം അത്രമേൽ കാഠിന്യമാണ്. റസൂലുള്ളാഹി ആ കൈ പിടിച്ചുകൊണ്ട് മേലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അത്രേ, ഈ കൈ സ്വർഗത്തിലേക്ക് പോവാനുള്ള കൈയാണ്. അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് സ്വർഗത്തിലേക്കുള്ള കൈയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി 1400 വർഷം മുമ്പേ പറയുന്നു. ആ കാലഘട്ടത്തിൽ കാൾ മാർക്സ് യൂറോപ്പിൽ ജനിച്ചിട്ടില്ല. അപ്പം എല്ലാ ഭാഗങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇസ്ലാം എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം ലോകത്ത് അങ്ങനെ ചൈത്ര യാത്ര നടത്തുകയാണ്, സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിമീങ്ങളിൽ, ലോകത്ത് ജീവിക്കുന്ന ആകെയുള്ള മുസ്ലിമീങ്ങളിൽ 45% ആളുകൾ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ക്രമീകരിച്ചിരിക്കുന്ന ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. 28% ആളുകൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. 15% മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരും 2% ആളുകൾ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. ഞാൻ ഈ പറഞ്ഞതിനോട് ചേർന്നു നിൽക്കുന്ന കണക്കാണ് ഏകദേശം 3/4 നൂറ്റാണ്ട് മുമ്പ് മൗലാന മൗദൂദി തന്റെ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. മദ്ഹബിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് മൗലാന മൗദൂദി രേഖപ്പെടുത്തുന്നു, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മദ്ഹബിൽ എന്തുമാത്രം ശ്രദ്ധയോടെയാണ് ഇടപെടുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആ കാലത്തെ കണക്ക് വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മദ്ഹബിലുള്ള എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, 28ഉം 45യും മറ്റൊരു 15ഉം പിന്നെ ഒരു 2ഉം ചേരുമ്പോൾ ലോക മുസ്ലിമീങ്ങളിലെ 90% ആളുകൾ 4 ഒരു മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. 4 ഒരു മദ്ഹബ് അനുസരിച്ചുകൊണ്ട് 90% ആളുകൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉറപ്പ്, ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ സുന്നികളാണ് 90%. ബാക്കി ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നാലും 9% മാത്രമേ വരൂ എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് ഇത്ര വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിൽ 90% ആളുകൾ സുന്നികളാണ്, 4 മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ പള്ളിയിൽ ജുമുഅ നടക്കുന്നത്? അതേ രൂപത്തിലാണ് കരിപ്പൂരിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വിമാനത്തിൽ കയറിയിട്ട് ജിദ്ദയിലിറങ്ങി വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലേക്ക് അല്ലെങ്കിൽ മദീന മുനവ്വറയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ പള്ളിയിലും ജുമുഅ നടക്കുന്നത് നമ്മുടെ ഈ മർക്കസിന്റെ പള്ളിയിൽ ജുമുഅ നടക്കുന്നത് പോലെയാണ്. വിശുദ്ധമായ ഈ പള്ളിയിൽ ജുമുഅ നടക്കുന്നത്
മക്കത്തെ പള്ളിയിൽ ജുമഅ നടക്കുന്നത് പോലെയാണ് എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് നടക്കുന്നത്. ഈ പള്ളിയിലും തൊട്ട് താഴെയുള്ള പള്ളിയിലും എങ്ങനെയാണോ ജുമഅ നടക്കുന്നത് അതുപോലെയാണ് മക്കത്തുൽ മുക്കറമയിൽ നടക്കുന്നത്. അല്ല, അവിടെ നടക്കുന്നത് പോലെയാണ് ഇവിടെ നടക്കുന്നത്. മാറ്റമില്ല. പഴയ കാലത്ത് നമ്മുടെ പാപ്പമാർ ഉപ്പാപ്പമാർ എങ്ങനെയാണ് ജുമഅ നിസ്കരിച്ചത് അതുപോലെയാണ് ലോകതലത്തിൽ എല്ലായിടത്തും മുസ്ലിമീങ്ങൾ ജുമഅ നിസ്കരിക്കുന്നത്. ഖതീബ് മിമ്പറിലേക്ക് കയറുന്ന സമയം നമ്മുടെ പള്ളിയിലേക്ക് കയറുന്ന ഖതീബിന്റെ കയ്യിൽ നമുക്കൊരു വടി കാണാൻ പറ്റും. ചെറിയൊരു വടി പിടിച്ചുകൊണ്ട് കയറുന്നുവെങ്കിൽ ആ വടി ഖതീബിന്റെ കയ്യിലേക്ക് യാദൃച്ഛികമായി എത്തിയതല്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മിമ്പറിൽ കയറിയപ്പോൾ പിടിച്ച വടിയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിച്ചിരുന്നത്. അത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അത് തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇടക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ വടിയൊന്ന് ഒടിഞ്ഞപ്പോൾ അതുമെല്ലെ ചുറ്റിക്കെട്ടിയിട്ട് അതും പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ ഖുത്ബയോദിയ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ പള്ളിയിലെ ഖതീബിന്റെ കയ്യിലേക്ക് ഈ വടിയോ അല്ലെങ്കിൽ മരത്തിന്റെയോ ഇരുമ്പിന്റെയോ രൂപത്തിലുള്ള ആ ഒരു ചെറിയ വാൾ പോലെയുള്ള സാധനമോ വരുന്നത്. അതുപോലും മായാതെ മറയാതെ നിലനിൽക്കുന്നുവെങ്കിൽ അത് കരിപ്പൂരിലെ ഒരു പള്ളിയുടെ മാത്രം അനുഭവമല്ല, എയർപോർട്ട് പരിസരത്തെ ഒരു പള്ളിയുടെ മാത്രം ചിത്രമല്ല. ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ജുമുഅ മക്കയിൽ നടക്കുന്നത് പോലെ നടക്കുകയാണ്. 2 വാങ്കുണ്ട്, ഖുത്ബ അറബിയിലുണ്ട്. ഖതീബ് കയറിയതിനു ശേഷം അവിടെ 2ാമത്തെ വാങ്ക് വിളിക്കുന്നുണ്ട്. ഇടക്ക് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. 2ാമത്തെ ഖുത്ബ കഴിഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഈ ഒരു പതിവാണ് ലോകത്തെല്ലായിടത്തുമുള്ളത്. മദീനയിൽ അങ്ങനെയാണ്, മക്കയിൽ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എവിടെ നോക്കിയാലും അങ്ങനെയാണ്. പോരാ, ലോകത്തു തന്നെ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെളിച്ചം പകരാൻ ഭാഗ്യം കിട്ടിയ വലിയ വ്യക്തിത്വമാണ് 800 വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലേക്ക് കടന്നുവന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ് ഇന്ത്യയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വെളിച്ചം പകർന്നു കൊടുത്തപ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശത്തിന് വേണ്ടി കടന്നു വന്ന വ്യക്തിത്വം. ആ വലിയ വ്യക്തിത്വം അജ്മീർ ഷെരീഫിൽ വിശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് നേരെ കിടക്കുന്നത് അജ്മീറിൽ പോയ ആളുകൾക്ക് കാണാം. അവിടെയുള്ള ജുമഅത്ത് പള്ളിയിലെ ഖതീബ് മിമ്പറിൽ കയറിയാൽ ആ ഖതീബിന്റെ മുഖം കാണുന്ന രൂപത്തിലാണ്. ഖതീബ് മിമ്പറിൽ എങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ കിടക്കുന്ന ഹാജ തങ്ങൾ അവിടത്തെ കാണുന്ന രൂപത്തിലാണ്. അവിടത്തെ ഖബർ ഷരീഫുള്ളത്, ജുമഅത്ത് പള്ളിയുള്ളത്. ആ പള്ളിയിൽ ഖുത്ബയോതുന്നത് നമ്മുടെ നാട്ടിൽ ജുമഅക്ക് ഖുത്ബയോതുന്നത് പോലെയാണ്. പഴയൊരു ഏട് പിടിക്കുന്നു, ആ ഏടിൽ നോക്കിയിട്ട് നബാത്തിയ ഖുത്ബ പോലെയുള്ള ഖുത്ബയോതുന്നു. 2 പ്രാവശ്യമായിട്ട് 2 ഖുത്ബ നടക്കുന്നു. അത് കഴിഞ്ഞ് നിസ്കാരം നടക്കുന്നു. ആ രീതിയാണ് ലോകത്തെല്ലായിടത്തും നമ്മൾ കാണുന്നത്. അജ്മീർ ഷരീഫിലും ഡൽഹിയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലുമൊക്കെ ജുമുഅ ഒരേ രൂപത്തിൽ തന്നെയാണ്, മാറ്റമില്ല. ഒരൊറ്റ കാര്യം കൂടി പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളെ രാത്രി നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയും. അല്ല, അടുത്ത ദിവസം നമുക്ക് നിർബന്ധമായത് തീർച്ചയായിട്ടും നമുക്ക് തറാവീഹ് നിസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ തറാവീഹ് എന്ന് പറയുന്ന റമദാൻ മാസത്തിലെ നിസ്കാരം മക്കയിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നമ്മുടെ മർക്കസിന്റെ പള്ളിയിൽ നടക്കുന്നു. മദീനയിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നമ്മുടെ പള്ളികളിൽ നടക്കുന്നു. 20 റക്അത്ത് തറാവീഹും അതിനുശേഷം വിത്റും നിസ്കരിക്കുന്ന രീതിയാണ് 1400 കൊല്ലമായി നടന്നു വരുന്നത്. അതായത് വിശുദ്ധ ഇസ്ലാം ലോകത്തെല്ലായിടത്തും അതിന്റെ മുഖം ഒന്നാണ്, അതിന്റെ ചിത്രം ഒന്നാണ്, അതിന്റെ ആത്മഭാവം എല്ലായിടത്തും ഒന്നാണ്. അതിൽ മാറ്റമില്ല.
എല്ലായിടത്തും ഒരേ രൂപത്തിലാണ്. ഇടക്കാലത്ത് ആരോ ചില ആളുകൾ വായിൽ തോന്നിയത് പറഞ്ഞങ്ങനെ വന്നപ്പോഴാണ് ആളുകൾക്ക് അവിടെ ഇടപെടേണ്ടി വന്നത്. ആ വന്ന ആളുകൾ എല്ലാം കൂടെ ചേർത്താൽ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് അംഗീകാരമില്ല. കാരണം ഇന്നലെ മൗലവിമാർ പറഞ്ഞത് ഇന്നവര് ധൈര്യത്തിൽ പറയുന്നില്ല. ഇന്നെന്തു പറയുമെന്ന് ഇന്നലെയുള്ള ആളുകൾക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ നാളെ എന്താണ് മൗലവിമാരുടെ വായിൽ നിന്ന് വരിക എന്ന് അനുയായികൾക്ക് പോലും അറിയാത്ത രൂപത്തിലാണ് അവരുടെ അനുയായികളുടെ അവസ്ഥയെങ്കിൽ പറഞ്ഞതൊക്കെ മാറ്റിപ്പറയുന്ന ഒരു ജനവിഭാഗമാണ് വഹാബിയും മൗദൂദിയും അതുപോലെ തബ്ലീഗ് ജമാഅത്തുകാരനും അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും. യഥാർത്ഥ ദീൻ ഒന്നു മാത്രം 1400 കൊല്ലമായിട്ട് അത് ഹബീബായ റസൂലുള്ള കാണിച്ചു തന്ന ഇസ്ലാം ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്ന എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനമാണ്. ആ അഹ്ലുസുന്ന എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനമാണ് 90% വരുന്ന ആളുകൾ ലോകത്ത് ഉൾക്കൊള്ളുന്ന ഈ വലിയ ആദർശ പ്രസ്ഥാനം. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടിയാണ് 1925 സമസ്ത വരുന്നത്, 54 SYS വരുന്നത്, 73 SSF രൂപീകരിക്കുന്നത്. 2015 ഒക്ടോബർ 10 കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറത്തെ കുന്നിന്റെ മേലെ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് പിറവിയെടുക്കുന്നത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് നിലനിർത്തേണ്ടതുണ്ട്. അതിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതിനാണ് ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ് ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ, സഹോദരിമാരുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകണം. ദീനിന്റെ ശരിയായ ചിത്രം അടുത്ത തലമുറക്ക് കൈമാറേണ്ടതുണ്ട്. 1925 കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പുനഃക്രമീകരണം നടത്തിയ സമയം 25ലോ 26ലോ ആ പുനഃക്രമീകരണം വന്ന സമയത്താണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ പ്രസംഗിക്കുന്നത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്റെ ഉപ്പാപ്പയായ നബിതങ്ങൾ കാണിച്ചു തന്ന ദീനിനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇങ്ങനെ ഒന്നുണ്ടാക്കിയത്. ഇതൊരു പുതിയ ആശയമല്ല, ഈ ഒരു കൂട്ടായ്മ ഒരു പുതിയതല്ല, ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മേൽ കുതിര കയറാൻ വരാൻ പാടില്ല. ഈ ആദർശത്തെ ഖിയാമത്ത് നാൾ വരെ എത്തിച്ചു കൊടുക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപീകരിച്ചത് എന്ന് 925 അല്ലെങ്കിൽ 26 വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറയുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു കൊടി നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അന്നത്തെ ആ വലിയ നേതൃത്വം കൈമാറി വന്ന ദീനിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് ഇതെത്തിച്ചു കൊടുക്കണം. നാട്ടിൽ ദീനനുസരിച്ചു ജീവിക്കുന്നവരുണ്ടാകണം, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാകണം. ഏതു ഘട്ടത്തിലും ഏതു സമയത്തും ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അവർക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന നല്ല ഒരു നേതൃത്വം ഉണ്ടാകണം. മാതൃകയാക്കാൻ, ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നേതൃത്വവും അനുയായികളും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് നമുക്ക് ആ വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ എന്നറിയില്ല, എന്റെ പ്രദേശത്തൊക്കെ മലപ്പുറം ജില്ല പോലെയുള്ള ഒരു പ്രദേശമാണ്, മുസ്ലിമീങ്ങൾ ധാരാളം തിങ്ങിത്താമസിക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ കൊടുവള്ളിയും അതുപോലെ പൂനൂരും താമരശ്ശേരിയുടെ പരിസരങ്ങളുമൊക്കെ. ആ പ്രദേശങ്ങളിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം മലപ്പുറം ജില്ലയിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അതെന്താണ്? നമ്മുടെ സമുദായത്തിന്റെ പേരിൽ കുറെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അറിയാതെ അവരങ്ങനെ എന്തൊക്കെയോ വിളിച്ചു കൂവുകയും അവരെന്തൊക്കെയോ ചെയ്യുകയും ചെയ്യുന്ന ഒരനുഭവം
നമുക്കുണ്ട് എങ്കിൽ കഴിഞ്ഞ 17-ാം തീയതി 18-ാം തീയതി ഇറങ്ങിയ പത്രങ്ങളിൽ, അല്ലെങ്കിൽ 19-ാം തീയതി രാവിലെയുള്ള പത്രത്തിലോ 18-ാം തീയതിയിലെ പത്രത്തിലോ നമ്മളൊരു പ്രസ്താവന വായിക്കുന്നുണ്ട്. എന്താണ് പ്രസ്താവന? ആ പ്രസ്താവന മറ്റൊന്നുമായിരുന്നില്ല, തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതിരുവിട്ടുകൊണ്ട് പെരുമാറാൻ പാടില്ല, ആഘോഷങ്ങൾ അതിരുവിടാൻ പാടില്ല, ശ്രദ്ധയോടെ നിങ്ങൾ ആഘോഷങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ വ്യത്യസ്തമായ ശബ്ദത്തിന്റെ ഉടമ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദായിരുന്നു, ബഹുമാന്യരായ ഉസ്താദായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഉസ്താദ് സുൽത്താനുൽ ഉലമയായി മാറുന്നത്, ഉലമാക്കളുടെ രാജാവായിട്ട് ലോകം അദ്ദേഹത്തെ വാഴ്ത്തുന്നതിന്റെ കാരണം ഏതു സമയത്തും മേലെ നിന്നുകൊണ്ട് ലോകത്തുള്ള ചെറുപ്പക്കാർക്ക്, മുസ്ലിമീങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്കും വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ കാണുന്ന ഉയരങ്ങളിലേക്ക് ലോകം ഉയർത്തിവെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ എപ്പോഴും മാതൃകായോഗ്യരായി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, അഹ്ലുസുന്നയുടെ വഴിയിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ നാട്ടിലുണ്ടാകണം. വഴി തെറ്റാൻ, വഴി തെറ്റിക്കാൻ ഒരുപാട് കൂട്ടായ്മകൾ നിലനിൽക്കുന്നുണ്ട്. തെറ്റിന്റെ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ചെറുപ്പക്കാർ വഴിതെറ്റുമ്പോൾ നമുക്ക് നഷ്ടം വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാർക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കാൻ പല നേതൃത്വവും മടിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ നേതൃത്വത്തിന്റെ പവർ നമ്മൾ കാണുന്നത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഈ തണൽ നൽകുമാറാവട്ടെ. ഈ ഒരു തണൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് മാതൃകയാവാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅയാകുന്ന ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം. ബഹുമാന്യരായ കുണ്ടൂരു പാപ്പയെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പരിസരത്താണ് ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്നത്. കുണ്ടൂരു പാപ്പ അവിടുത്തെ നെഞ്ചത്ത് വിശേഷപ്പെട്ട ഒരു വസ്തു വിരിച്ചുകൊണ്ട് അങ്ങനെ കുണ്ടൂരങ്ങാടിയിലൂടെ നടക്കുകയാണ്, പ്രകടനം നടത്തുകയാണ്. ഒറ്റയ്ക്കൊരേ ഒരാൾ, ഒറ്റയാൾ പട്ടാളമായിട്ട് കുണ്ടൂരു പാപ്പ പ്രകടനം നടത്തുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നോക്കി, എന്താണ് ആ വിശേഷ വസ്തു? മുകളിൽ പച്ചയും താഴെ വെള്ളയും, അതിന്റെ താഴെ നീലയും നിറത്തിലുള്ള, നടുവിൽ വെള്ളയിൽ നീല നിറത്തിൽ SSF എന്ന് പറയുന്ന 3 അക്ഷരം ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചെയ്ത ആ കൊടി നെഞ്ചത്ത് വിരിച്ചുകൊണ്ടായിരുന്നു കുണ്ടൂരു പാപ്പയാകുന്ന ആശിഖുർ റസൂൽ ആ അങ്ങാടിയിലൂടെ ഒറ്റയ്ക്ക് പ്രകടനം നടത്തുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ, കുട്ടികൾ ശ്രദ്ധിക്കണം. ആ കൊടി മഹാന്മാര് പിടിച്ച കൊടിയാണ്, ബറക്കത്തുള്ള കൊടിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മളിലും ഒന്നുകൂടി നന്മയുടെ പ്രസരണം കൂടി വരിക, നമ്മളിലൂടെ അത് പ്രസരിക്കുക, മറ്റുള്ളവർക്ക് പ്രകാശം പരത്താൻ ഈ കൂട്ടായ്മക്ക് കഴിയുക എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം. ആ കൊടി ഏറ്റവും ഉയരെ പറക്കുന്നതിന്റെ കാരണം എന്താണ്? മഹാന്മാരായ ആളുകൾ ആശീർവദിച്ച പതാകയാണ്. SYSന്റെ പതാക, ആ പതാക നാടുനീളെ പാറിപ്പറക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമ്മുടെ ആ കൊടി നമുക്കവിടെ കാണാൻ കഴിയും. മദീന മുനവ്വറയുടെ ചിത്രം ഉല്ലേഖനം ചെയ്ത ആ കൊടി എന്തുമാത്രം ആവേശത്തിലാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ കാരണം അതൊരു ബറക്കത്തുള്ള കൊടിയാണ് എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഇത് 2 കാരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത് ദീനിന്റെ ഹക്കായ മാർഗത്തിലാണ്, ശരിയായ മാർഗത്തിലാണ്. ആരാണ് ഇത് ശരിയായ മാർഗത്തിലുള്ള കൂട്ടായ്മയാണ് എന്ന് പറയേണ്ടത്? അത് മഹാന്മാരായ ആളുകൾ പറയണം.
ദീൻ അറിയുന്ന ആളുകൾ പറയണം, കിതാബോദിയ വലിയ വലിയ മഹാന്മാരായ ആളുകൾ പറയണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സുന്നികളിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളും അഭിപ്രായ വ്യത്യാസമില്ലാതെ സന്ദർശിക്കുന്ന വ്യക്തിത്വമാണ് മടവൂർ ഷെരീഫിൽ വിശ്രമിക്കുന്ന ബഹുമാന്യരായ CM വലിയുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കരിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ഖുത്ബുൽ ആലം എന്ന പേരിലാണ് പരിചയപ്പെടുത്താറുള്ളത്. ആ ഖുത്ബുൽ ആലം CM വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവരാണ് 1989 ജനുവരി 18 അന്ന് വൈകുന്നേരം തന്റെ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നത് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ പരിസരത്തേക്ക്. ആ മർക്കസ് കോംപ്ലക്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാവൂർ റോഡിന്റെ പരിസരത്ത് ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന ഒരു തെങ്ങിന്റെ തൈയുടെ മേലെ കൈവച്ച് അവേലത്ത് തങ്ങളുപ്പാപ്പ അങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ വിജയങ്ങൾ നൽകുമാറാവട്ടെ. അവേലത്ത് തങ്ങളുപ്പാപ്പ കൈവച്ചങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ മുഖത്ത് മിന്നിമറയുന്നത്? തലേ രാത്രി തങ്ങൾ ഉറങ്ങിയിട്ടില്ല, AP ഉസ്താദ് ഉറങ്ങിയിട്ടില്ല. നമ്മുടെ നേതൃത്വത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആരും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കാരണം പ്രതിസന്ധിയുടെ തീക്കടലിന്റെ മേലെ കൂടെ ആയിരുന്നു അന്ന് അഹ്ലുസുന്നയ്ക്ക് കടന്നു പോകാനുണ്ടായിരുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ പത്രത്തിലാണ് 6 പേരെ പുറത്താക്കി എന്ന ഒരു വാർത്ത വരുന്നത്. അതിന്റെ തലേ ദിവസമാണ് സമസ്തയുടെ ആലിമീങ്ങൾ 2 ഭാഗത്തേക്ക് പിരിയുന്നത്. പിരിഞ്ഞതിനു ശേഷം അവിടെയും കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളുകൾ 6 പേരെ പുറത്താക്കിയ വാർത്ത വരുന്നു. ആ വാർത്ത വന്നപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 19-ാം തീയതി എറണാകുളത്ത് സമ്മേളനം നടക്കണം. ആ സമ്മേളനം ഒരുപക്ഷേ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും വിലക്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ മൂലമായിട്ട് നിർത്തിവെക്കേണ്ട ഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ ദീനിന് വലിയ നഷ്ടം വരുമല്ലോ. എന്തു ചെയ്യും? ആരോ പറഞ്ഞു കോടതിയിൽ നിന്ന് സ്റ്റേ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 18-ാം തീയതി മുതൽ എറണാകുളത്ത് ക്യാമ്പ് ചെയ്യേണ്ട 2 നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട AP ഉസ്താദും അവേലത്തു തങ്ങളുപ്പാപ്പയും 2 പേരും എറണാകുളത്തേക്ക് പോകാതെ കോഴിക്കോട്ട് ക്യാമ്പ് ചെയ്യുകയാണ്. എന്താണ്? കോടതിയിൽ നിന്ന് സ്റ്റേ വന്നാൽ അത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാത്തുനിൽക്കുന്നത്. രാത്രി 17 അന്ന് രാത്രി മർക്കസിൽ നിന്ന് എല്ലാവരും അങ്ങനെ രാത്രി നിരന്തരമായ മീറ്റിംഗുകൾ നടക്കുകയാണ്. ഇടയ്ക്ക് AP ഉസ്താദ് പറഞ്ഞ 2 കാര്യങ്ങളിലൊന്ന് ബഹുമാന്യരായ CM വലിയുള്ളയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നായിരുന്നു. CM വലിയുള്ള ഒരാളെയും കോഴിക്കോട്ടെ ഇടിയങ്ങരയിലെ മൂപ്പന്റെ വീട്ടിലേക്ക് കടത്താൻ അനുവാദം കൊടുക്കാതെ വിശ്രമിക്കുന്ന സമയമാണ്. ഒരാൾക്കും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഫോണിൽ സംസാരിക്കുന്ന സംവിധാനമോ അല്ലെങ്കിൽ പ്രകൃതമോ അല്ല അവിടത്തേക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ കാണാൻ നിവൃത്തിയില്ല. പ്രതിസന്ധിയുടെ സമയത്ത് ഉസ്താദ് രാത്രി അങ്ങനെ പറയുന്നതായിട്ട് അണ്ടോണയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മൊയ്തീൻ ഷാ മാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് CM-നെ കണ്ടിരുന്നെങ്കിലെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അങ്ങനെ പറഞ്ഞ സമയത്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ സമയം ചെലവഴിക്കുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം അങ്ങ് പടിഞ്ഞാറു ഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ മർക്കസ് കോംപ്ലക്സ് നിൽക്കുന്നിടത്തേക്ക് വരികയാണ്. തെങ്ങിന്റെ മേലെ കൈവച്ചങ്ങനെ നിൽക്കുന്ന അവേരത്ത് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞു ചോദിച്ചു, AP എവിടെയാണുള്ളത്? തങ്ങൾ പറഞ്ഞു, കുറച്ച് വടക്കോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ജോലി നടക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ട്. വിളിക്കാൻ വേണ്ടി പറയുന്നു. ഉടനെ വിളിപ്പിക്കുന്നു. സലാം പറഞ്ഞ് AP ഉസ്താദിന്റെ കൈ പിടിച്ച് ആ വന്ന വ്യക്തിത്വം പറഞ്ഞു. ആരാണ് ഈ വന്ന വ്യക്തിത്വം? ബഹുമാനപ്പെട്ട CM വലിയുള്ളാക്ക് ഖിദ്മത്ത് ചെയ്ത് കടിഞ്ഞുകൂടുന്ന അഹ്മദ് ബാബു മുസ്ലിയാരാണ്. അദ്ദേഹം അവേലത്ത് തങ്ങളോടും AP ഉസ്താദിനോടും അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ 2 പേരും
ഉടൻ എറണാകുളത്തേക്ക് പോകണം. SYSന്റെ സമ്മേളനത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഉടൻ പുറപ്പെടണമെന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടിത് പറയാൻ എന്നെ പറഞ്ഞയച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, തലേന്നു രാത്രി AP ഉസ്താദ് മർക്കസിൽ വെച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആരോടൊന്നില്ലാതെ പറയുന്നു, ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനമുണ്ടാകുമായിരുന്നു. പക്ഷേ കാണാൻ നിവൃത്തിയില്ല. ആ സമയത്ത് അവിടത്തെ ശിഷ്യനെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഉടനെ എറണാകുളത്തേക്ക് പോകണം, സമ്മേളനം നടത്തണം, നിങ്ങൾ സമ്മേളനം നടത്തണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അന്ന് CM വലിയുള്ള പറഞ്ഞു. അതെന്താണ് പറഞ്ഞത്? നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്തേക്ക് പോകണമെന്ന്. ഈ ഒരു പ്രതിസന്ധിയെ അനലൈസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള വിഷയങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് വിധി പറയാൻ കഴിയുന്ന ഉള്ളറിയുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട ബഹുമാന്യരായ CM വലിയുള്ള പറയുന്നു, നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, അതുകൊണ്ട് എറണാകുളത്തേക്ക് പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, നമ്മുടെ ഈ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം ഇത് ഹക്കിന്റെ വഴിയിലുള്ള കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. CM വലിയുള്ള മാത്രമല്ല ഈ കാര്യം പറഞ്ഞത്. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് 2004 കോഴിക്കോട്ടേക്ക് വന്ന ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു. മക്കയിൽ ദർസ് നടത്തിയ വലിയ വ്യക്തിത്വം. മക്കയിൽ ദർസ് നടത്തിയ ആളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ഇന്ന് സൗദി അറേബ്യ അവരുടെ നയം തിരുത്തിയിട്ടുണ്ട്. ഏതാണ് അവരുടെ നയത്തിൽ വന്ന മാറ്റം? ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരിന്റെ കൂടെ സലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ സയ്യിദുന മുഹമ്മദ് എന്ന് ചേർക്കാറുണ്ടെങ്കിൽ ആരോ പറഞ്ഞതിന്റെ ഫലമായിട്ട് അവിടെയുള്ള ചില മൗലവിമാരുടെ മുത്തവ്വമാരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ റസൂലുള്ളാഹിയുടെ പേരിന്റെ മുമ്പേ സയ്യിദുന എന്ന് ചേർക്കുന്നത് ഇടക്കാലത്ത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അറിയണം, ഇന്ന് സൗദി അറേബ്യയിലുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചൊല്ലുന്നത് പോലെ സ്വലാത്ത് ചൊല്ലുന്ന സമയം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദുന മുഹമ്മദ് എന്ന് ചൊല്ലുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. ക്ലോക്ക് ടവറിന്റെ മേലെ, കഅബ ഷരീഫിന്റെ മുറ്റത്തെ ക്ലോക്ക് ടവറിന്റെ മേലെ ഇടയ്ക്ക് സലാത്ത് അങ്ങനെ തെളിഞ്ഞു വരും. ഹജ്ജിനോ ഉംറയ്ക്കോ പോയി അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ തെളിഞ്ഞു വരുന്ന സലാത്തിൽ ഹബീബിന്റെ പേരിന്റെ മുമ്പേ സയ്യിദുന എന്ന വാക്ക് അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരാണ് ഈ ഒരു വാക്ക് തിരിച്ചു കൊണ്ടുവന്ന് സൗദി അറേബ്യയെ ഹബീബിന്റെ വഴിയിലൂടെ നടത്തിയ ആൾ ആരാണ്? ആ വ്യക്തിത്വമാണ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. വലിയ തങ്ങളാണ്, വലിയ തങ്ങളാണ്. മക്കത്തെ തങ്ങന്മാരിൽ ഏറ്റവും വലിയ സയ്യിദായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. മക്കയിൽ ദർസ് നടത്തിയ വ്യക്തിത്വം, ഹബീബിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ച വ്യക്തിത്വം, പോരാട്ടം നടത്തിയ വ്യക്തിത്വം. ആ വലിയ മഹാൻ 2004 കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. ബക്കറ്റ് വരും, പരിഗണിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ കോഴിക്കോട്ടേക്ക് വരുന്നു. SYSന്റെ ഗോൾഡൻ ജൂബിലിയിൽ പങ്കെടുക്കാൻ. കടപ്പുറത്തെ ആ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോൾ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. എന്നെ കോഴിക്കോട്ടേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് ക്ഷണിച്ചപ്പോൾ, എന്നെ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചപ്പോൾ, സാധാരണ എനിക്കൊരു പതിവുണ്ട്, എന്നെ എന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഏത് പരിപാടിക്ക് വേണ്ടി ആര് ക്ഷണിച്ചാലും ഞാൻ ചെയ്യുന്ന ഒരു പതിവെന്താണ്? ഞാൻ എന്റെ ഉപ്പാപ്പയോട് സമ്മതം ചോദിക്കും. ആ ഉപ്പാപ്പ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി. എന്നിട്ട് അവിടത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ഷെയ്ഖ് അബൂബക്കർ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അവിടുന്ന് സമ്മതം കിട്ടിയതിനു ശേഷം മാത്രമാണ്
നിങ്ങളെ കാണാൻ ഞാൻ കോഴിക്കോട്ടേക്ക് വന്നത്. സമ്മതം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എനിക്കിങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെയുള്ള അഹ്ലുസുന്നയുടെ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണിച്ച ആളുടെ വിവരം പറഞ്ഞുകൊണ്ട് മാന്യരായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വം അവിടുന്ന് ഹബീബിന്റെ അടുത്ത് ചെന്ന് സമ്മതം ചോദിക്കുന്നു. റസൂലുള്ള സമ്മതം കൊടുത്തു എന്ന് അവിടുന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം. മഹാന്മാരായ ആളുകൾ പറയുന്നു ഈ കൂട്ടായ്മ ഹക്കിന്റെ പക്ഷത്തുള്ള കൂട്ടായ്മയാണ്, റസൂലുള്ള പൊരുത്തപ്പെട്ട കൂട്ടായ്മയാണ്, ദീനിന്റെ വഴിയിലുള്ള ശരിയായ കൂട്ടായ്മയാണ് എന്ന്. അതുകൊണ്ടാണ് SYSന് അത്ഭുതങ്ങൾ രചിക്കാൻ കഴിയുന്നത്, SSFന് അത്ഭുതങ്ങൾ രചിക്കാൻ കഴിയുന്നത്. തിരൂരങ്ങാടിയിലെ ധർമ്മപുരിയിൽ 1988 മലപ്പുറം ജില്ല SSF സമ്മേളനം നടക്കുന്നത്. ഏകദേശം 18 വർഷം അല്ലെങ്കിൽ 28 വർഷം മുമ്പേ, ആ 28 വർഷം മുമ്പേ അവിടെ നടന്ന ആ സമ്മേളനം പ്രതിസന്ധിയുടെ സമയത്തായിരുന്നു. അന്ന് ആ സമ്മേളനത്തിലേക്ക് വരുന്നു CM വലിയുള്ളാക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ വടകര ചെറുവണ്ണൂരിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങൾ ആ വലിയ വ്യക്തിത്വമാണ് തിരൂരങ്ങാടിയിലെ ധർമ്മപുരിയിലേക്ക് വരുന്നത്. SSFന്റെ അന്നത്തെ പ്രവർത്തകന്മാരോട് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ അർശിന്റെ തണൽ കിട്ടുന്ന കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് അർശിന്റെ തണലുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കണേ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാക്ക് വെളിച്ചം കാണിക്കാൻ, വഴി കാണിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ വടകര മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന വലിയ വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഞാനിവിടെ 3-4 ആളെ പരിചയപ്പെടുത്തി. ഒന്ന്, ആ പതാക നെഞ്ചത്ത് വിരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പ്രകടനം നടത്തിയ ആഷിഖുർ റസൂൽ കുണ്ടൂര് പാപ്പ. രണ്ടാമത്തെ ആൾ CM വലിയുള്ള. മൂന്നാമത്തെ ആൾ മക്കത്തുൽ മുക്കറമയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. നാലാമത്തെ ആൾ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ. ആ പരമ്പര ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തീർക്കുക, അവസാനിപ്പിക്കുക എളുപ്പമല്ല. അത്ര വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞു ഈ കൂട്ടായ്മ ഹക്കിന്റെ കൂട്ടായ്മയാണ് എന്ന്. രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. എന്തേ ഈ പ്രസരിപ്പിന്റെ കാരണം, എന്തേ ഈ പുരോഗതിയുടെ കാരണം, എന്തേ ഈ നേട്ടത്തിന്റെ കാരണം? അതിന് രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ഒരു നേതൃത്വത്തെ തന്നു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നല്ല ഒരു നേതൃത്വത്തെ തന്നു, അല്ല നല്ല ഒരു ഇമാമിനെ തന്നു എന്നുള്ളതാണ്. ആരാണ് ഈ നേതൃത്വം? ആ നേതൃത്വമാണ് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ, നീ കാവലാവണേ അല്ലാ, നീ തണലാവണേ അല്ലാ, നീ തണിയാവണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ നമുക്ക് തന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ തൗഫീഖ്. അല്ലാഹ് ചെയ്തതിൽ വെച്ച് വലിയ ഒരു പുണ്യം. ആ പുണ്യങ്ങളിലൊന്ന് AP ഉസ്താദിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് AP ഉസ്താദിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ഇത്ര വലിയ പുണ്യമായി കാണുന്നത്? മറ്റൊന്നുമല്ല, ഈ കാണുന്ന രൂപത്തിൽ ഇന്നൊരു പക്ഷേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷയറ്റുപോകാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, ലോകത്തു തന്നെയുള്ള മുസ്ലിമീങ്ങൾക്ക് കേരളത്തെ മാതൃകയാക്കാൻ കഴിയുന്നുവെങ്കിൽ ആ വലിയ ഇമാമിനെ നോക്കിക്കൊണ്ടാണ്, ആ ഇമാമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ AP ഉസ്താദ് പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന സമയം ഉസ്താദ് തന്റെ കുടുംബത്തിന്റെ കാര്യം പറയുന്നില്ല. ഉസ്താദ് SSFകാരുടെ കാര്യമല്ല പറയുന്നത്, SYSകാരുടെ കാര്യമല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ കഥയല്ല പറയുന്നത്, ഒരു മഹല്ലത്തിന്റെ പ്രശ്നമല്ല പറയുന്നത്, നാടിന്റെ വിഷയം പറയുന്നു.
ഇവിടെ ജീവിക്കുന്ന മുസ്ലിമിന്റെ കാര്യം പറയുന്നു, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുന്നു. ആ വിഷയം പറയാൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അരക്ഷിതരായി കഴിഞ്ഞുകൂടുകയാണ്. അവര് ഭീതിയുടെ നിഴലിലാണ്. ഭരണകൂടം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം നിങ്ങൾ ഗൗരവതരമായി ശ്രദ്ധിക്കണമെന്ന് ഡൽഹിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ AP ഉസ്താദ്, ആ ഉസ്താദിനെ കിട്ടിയെന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ വലിയ സന്തോഷം. എന്തേ ഇങ്ങനെ പറയാൻ കഴിയുന്നത്, ഇപ്പോഴും എഴുന്നേറ്റു നിൽക്കാൻ കഴിയുന്നത്? ആ കഴിയുന്നത് മഹാന്മാരുടെ പൊരുത്തം കിട്ടിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയസ്സ് ഹിജ്രി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 80 കടന്നു കാണണം. ഹിജ്രി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 80 കടന്നിട്ടുണ്ടാകണം. അല്ല, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 78 കടന്നിട്ടുണ്ട്. ഈ പ്രായത്തിലും അവിടുത്തെ ശബ്ദത്തിന് ഇടർച്ചയില്ല, പറയുന്ന വാക്കുകൾക്ക് പതർച്ചയില്ല. ഇപ്പോഴും അവിടുന്ന് വേറെ ഒരു രൂപത്തിൽ ഒരു വാക്ക് പറയുകയോ മാറ്റുകയോ ചെയ്യുന്നില്ല. പറഞ്ഞിടത്ത് തന്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയുന്നു. പറയേണ്ട സമയത്ത് പറയേണ്ടത് അതുപോലെ പറയാൻ കഴിയുന്നു. എന്തായിരിക്കാം ഈ പുരോഗതിയുടെ കാരണം? അവിടത്തേക്ക് വലിയ പൊരുത്തം കിട്ടി എന്നുള്ളതാണ്. അവിടത്തേക്ക് അവിടുത്തെ കാലഘട്ടത്തിലെ ചെറുപ്പകാലം മുതൽ എല്ലാവരുടെയും പൊരുത്തം വാങ്ങാൻ തൗഫീഖ് കിട്ടിയ വ്യക്തിത്വമാണ്. അവിടുത്തെ ഉമ്മയുടെ നല്ല പൊരുത്തം കിട്ടിയിട്ടുണ്ട്, ബാപ്പയുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ആ ഉമ്മയാണ്, കുഞ്ഞി മഹജുമ്മയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ദർസിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ ഉമ്മയാണ് തന്റെ മോന് വലിയൊരു ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് ചെലവ് കൊടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ദർസിൽ പഠിപ്പിക്കുന്ന, ഓത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന മൊല്ലാക്ക പറഞ്ഞു, എന്റെ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കണം. കുട്ടികൾ അത് സ്വീകരിച്ചു. വീട്ടിലേക്ക് ചെന്ന് ഈ ചെറിയ അബൂബക്കർ എന്ന് പറയുന്ന കുട്ടി ഉമ്മയോടിത് പറഞ്ഞപ്പോൾ ആ ഉമ്മ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. കാര്യമറിയാതെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ചെറിയ കൊച്ചുമോൻ, എന്തിനാണ് എന്റെ ഉമ്മ കരയുന്നത്? ഞാൻ പറഞ്ഞത് എന്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എങ്ങനെയാണ് നമ്മൾ ഉസ്താദിന് ചെലവ് കൊടുക്കുക? ഇവിടെ അതിന് നിവൃത്തിയില്ലല്ലോ. കഞ്ഞി കുടിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നിവൃത്തിയില്ലാത്ത ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ദിവസം ഉസ്താദിന് ചെലവ് കൊടുക്കുക? ആ ഉമ്മ അത് ആലോചിച്ചപ്പോഴായിരുന്നു കരഞ്ഞു പോയിരുന്നത്. ഉസ്താദ് പറഞ്ഞു, അവസാനം എന്റെ ഉമ്മ പണിപ്പെട്ട് എന്റെ ഉസ്താദിന് മറ്റുള്ള വീട്ടുകാർ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം ചെലവിന് കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പറയട്ടെ, അവിടെ നിന്നാണ് ആ ചെറിയ കുട്ടി ഉയർന്നു വന്ന് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നം നൽകുന്നിടത്തേക്ക് ഉയർന്നു വന്നത് എങ്കിൽ ആ ഉമ്മ പൊരുത്തം കൊടുത്തിടത്താണ് ഈ കുട്ടിയുടെ വളർച്ചയുടെ തുടക്കം വരുന്നത്. ആ ഉമ്മ കൈപിടിച്ചുയർത്തുകയാണ്. എന്നിട്ട് ദർസിലേക്ക് പറഞ്ഞയക്കുന്നു. ദർസിൽ പഠിക്കുന്ന സമയം, പോക്കരുകുട്ടി ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന സമയം, അണ്ടോണയിലെ പ്രസിദ്ധമായ ദർസാണ് പോക്കരുകുട്ടി ഉസ്താദിന്റെ ദർസ്. പോക്കരുകുട്ടി ഉസ്താദ് 20 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആ ചെറിയ മുത്തഅല്ലിമിനെ, വെളുത്ത് കൊലുന്നനെയുള്ള മുത്തഅല്ലിമിനെ വെള്ളിയാഴ്ച രാവിലെ വിളിക്കും എന്ന് മൊയ്തീൻ ഷാ മാസ്റ്റർ പറയുകയാണ്. അടുത്തേക്ക് വിളിച്ച് സൂഫി വര്യന്മാരിൽപ്പെട്ട ബഹുമാന്യരായ പോക്കരുകുട്ടി ഉസ്താദ് പറയുമായിരുന്നു അത്രേ, മോനെ, നിങ്ങൾ ഒടുങ്ങാക്കാട്ടിൽ ഖുതുബയ്ക്ക് പോകണം, നിങ്ങൾ ഉരുളിക്കുന്ന് പള്ളിയിൽ ഖുതുബയ്ക്ക് പോകണം, നിങ്ങൾ ഒയലക്കുന്ന് പള്ളിയിൽ ഖുതുബയ്ക്ക് പോകണം. ബഹുമാനപ്പെട്ട പോക്കരുകുട്ടി ഉസ്താദ് ആ കാലത്ത് ഖാദി സ്ഥാനം വഹിച്ചിരുന്ന മലബാറിലെ പ്രസിദ്ധമായ മഹല്ലുകളിൽ ചിലതിന്റെ പേര് പറഞ്ഞുകൊണ്ട് 20 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മുത്തഅല്ലിമിനോട് നിങ്ങൾ ഖുതുബയ്ക്ക് പോകണമെന്ന് പറയുന്ന സമയം ആ മുത്തഅല്ലിമിന്റെ പേര് വിളിച്ചു പറയുന്നില്ല, എടാ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നില്ല. സ്നേഹത്തോടെ ഉസ്താദുമാർ എടോ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പോലും പോക്കരുകുട്ടി ഉസ്താദ് വിളിക്കാറുണ്ടായിരുന്നില്ല. പോക്കരുകുട്ടി ഉസ്താദ് ഈ മുത്തഅല്ലിമിനെ വിളിക്കുന്നത് സ്നേഹത്തോടെ, മോനെ, നിങ്ങൾ ഒടുങ്ങാക്കാട്ടേക്ക് പോകണമെന്നായിരുന്നു അത്രേ. അങ്ങനെ അവിടെ പോയി ഖുതുബ ഓതി ജുമുഅ കഴിഞ്ഞ് നിങ്ങൾ വഅള് പറയണം.
വയലു പറയാൻ ആദ്യമായി ഒരു പക്ഷേ പൊരുത്തം കൊടുത്ത വ്യക്തിത്വം പോക്കരുകുട്ടി ഉസ്താദായിരിക്കണം. പോക്കരുകുട്ടി ഉസ്താദ് പഴയകാലത്തെ നല്ല വായിലായിരുന്നു. കിണ്ണത്തിൽ മുട്ടുന്ന രൂപത്തിലായിരുന്നു അത്രേ അവിടുത്തെ ശബ്ദം. ഓരോ അക്ഷരവും അത്രമാത്രം വ്യക്തമായി ആളുകൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു അത്രേ. ആ ഉസ്താദ് പറയുന്നു, മോനെ, ഞാൻ പോയി വഅദ് പറയേണ്ട സ്ഥലമാണ്, അവിടെ പോയി നിങ്ങൾ വഅദ് പറയണേ. അങ്ങനെ പൊരുത്തം കൊടുക്കുന്നു ദർസിൽ പഠിപ്പിച്ച ഉസ്താദ്. ഇത് AP ഉസ്താദിന് അള്ളാഹു നൽകിയ വലിയ തൗഫീഖാണ്. പോരാ, ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ 10-20 വർഷം മുമ്പെയാണ് റിയാദിലെ തടവറയിൽ അഹ്ലുസുന്നക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയം ഉസ്താദിനെ കാത്തുകൊണ്ട് ആളുകൾ വരി നിൽക്കുകയായിരുന്നു ഈ പരിസരത്ത്. ഉസ്താദ് അവർകളെ കാത്തു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാത്തീദ് ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ചാലിയത്തെ ദർസിൽ പഠിച്ച മുതഅല്ലിമാണ് AP ഉസ്താദ് എന്ന് പറയുന്ന ഇന്നത്തെ ഈ വലിയ ആലിം. അന്നത്തെ മുതഅല്ലിം തന്റെ മുതഅല്ലിമിനെ കാത്തുകൊണ്ട് ഓക്കെ ഉസ്താദ് അങ്ങനെ നിൽക്കുകയാണ്. ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, സലാം പറഞ്ഞ് കൈപിടിക്കുന്ന സമയം ഓക്കെ ഉസ്താദ് കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് നന്നു പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല. റിയാദിലെ തടവറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ആരോ തെറ്റുദ്ധാരണ പറഞ്ഞതിന്റെ പേരിൽ അവിടെ അകപ്പെട്ടതിനു ശേഷം രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയം ഉസ്താദിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊരുത്തം നൽകുകയാണ്. നേരത്തെ കൊടുത്തതിന് പുറമെയുള്ള പൊരുത്തം കൊടുക്കുന്നു. എന്റെ കുട്ടി പരാജയപ്പെടില്ല. ഉസ്താദ് അത് പറയുന്ന സമയം അവിടത്തെ കണ്ണു നനഞ്ഞിട്ടുണ്ടായിരുന്നു. AP ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. കണ്ടുനിന്ന മുഅ്മിനീങ്ങളുടെ കണ്ണു നിറയുകയാണ്. എന്നിട്ട് കൈപിടിച്ചങ്ങനെ നടക്കുകയാണ്. എന്റെ കുട്ടിയെ അല്ലാഹ് പരാജയപ്പെടുത്തില്ല. ദർസിൽ നേരത്തെ പഠിപ്പിച്ച ഉസ്താദുമാർ, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, അതുപോലെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മുതൽ പരിസര നാടുകളിലും താൻ കണ്ടെത്തിയ പ്രദേശങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ മുതൽ ഇടപഴകിയെടുത്തുള്ള ആളുകളുടെ മുഴുവൻ ആളുകളുടെയും പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ AP ഉസ്താദിന്റെ വിജയത്തിന്റെ കാരണം. ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ ചെറുപ്പത്തിൽ തന്നെ വാദപ്രതിവാദ വേദികളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം, വളരെ നേരത്തെ തന്നെ വാദപ്രതിവാദ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തമായിരുന്നു ഇതിന് കാരണമായത്. പോരാ, ശബ്ദത്തിനൊരിടർച്ച പോലുമില്ല എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആരാണ് പൊരുത്തം കൊടുത്തത്? ആദ്യം പൊരുത്തം കൊടുത്തയാളെയാണ് പോക്കരുകുട്ടി ഉസ്താദിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വേറെ ഒരാളുണ്ടായിരുന്നു, വാണിയമ്പലം ഉസ്താദ്. അള്ളാഹു ഈ മഹാന്മാരുടെ ഒക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. വാണിയമ്പലം ഉസ്താദ് AP ഉസ്താദിന്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്നു പൂനൂരങ്ങാടിയിൽ വെച്ച്. അന്ന് ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ബിരുദം വാങ്ങിയിട്ട് നാട്ടിൽ പരിസരത്ത് ദർസ് നടത്തുന്ന സമയത്താണ് വലിയ ഒരു സമ്മേളനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം പെട്ടെന്ന് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വാണിയമ്പലം ഉസ്താദ് പറയുന്നത്, നിങ്ങൾ അല്പം പ്രസംഗിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മൈക്കിന്റെ മുമ്പിലേക്ക് വന്ന് തന്റെ സിദ്ധമായ ശൈലിയിൽ പ്രസംഗമങ്ങ് തുടങ്ങി. മണിക്കൂറുകളോളം സമസ്തയുടെ ആലിമീങ്ങളെ പ്രസംഗം കേട്ടിരിക്കുകയാണ്. കഴിഞ്ഞതിനു ശേഷം കൈപിടിച്ച് തലയിൽ കൈവച്ച് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് ആശീർവദിച്ച് ദുആ ചെയ്തു കൊടുത്തുകൊണ്ട് വാണിയമ്പലം ഉസ്താദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ആ പൊരുത്തമായിരിക്കണം ഒരു പക്ഷേ ഇന്നും ആ ശബ്ദത്തിന് ഇടർച്ചയില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഉയർന്നു വരാൻ നിലനിൽക്കാൻ കഴിയുന്നത്.
ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വലിയ വിജയം എന്താണ്? നമ്മുടെ വലിയ വിജയം എന്താണ്? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സംഘടനകളുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഇങ്ങനെ ഒരു സംഘടനയെ ഈ കാണുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്നത്? 1974 ഏപ്രിൽ 21 ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സമസ്തയിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്ന സമസ്തയുടെ മുശാവറ യോഗത്തിൽ, പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷനാവുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട്ട് നടക്കുന്ന യോഗത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ യോഗത്തിൽ പാലക്കാട് വരെ സഞ്ചരിച്ച് മുശാവറ യോഗത്തിൽ അധ്യക്ഷനാവുന്നു. ആ മുശാവറ യോഗത്തിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വമേയുള്ളൂ. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് ഖമറുൽ ഉലമ, കാന്തപുരം ഉസ്താദ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സമസ്തയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന വ്യക്തിത്വം, മുശാവറയിലേക്ക് ആ പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ യോഗത്തിന്റെ അധ്യക്ഷരായി ആശീർവദിച്ച വ്യക്തിത്വം ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദാണ്. മരിക്കുവോളം ആ ബന്ധം നിലനിന്നിട്ടുണ്ട്. 1989 ജനുവരി 17 അന്ന് സമസ്തയിൽ നിന്ന് ആലിമീങ്ങൾ 2 ഭാഗമായി മാറിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തം വാങ്ങാൻ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദും അന്ന് വാഴക്കാട്ടേക്ക് പോവുകയാണ്. വാഴക്കാട്ടേക്ക് ചെന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ ആര് പുറത്താക്കാനാണ്? നിങ്ങൾ പുറത്താണോ? ഞാനും പുറത്താ. നിങ്ങൾ അകത്താണോ? ഞാനും അകത്താണ്. അത് കഴിഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു അത്രേ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളത്? ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദിനോട് താജുൽ ഉലമ അന്ന് പറഞ്ഞു, എറണാകുളത്ത് സമ്മേളനമുണ്ട്, ആ സമ്മേളനത്തിന് പോകാൻ നിങ്ങളുടെ പൊരുത്തം വാങ്ങാൻ വന്നതാണ്. നിങ്ങളുടെ പൊരുത്തം വാങ്ങാൻ വന്നതാണ്. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, എന്തു സമ്മേളനമാണ്? SYSന്റെ സമ്മേളനം. ആരുടെ? ഏത് SYS ആണ്? നമ്മുടെ SYS ആണ്. അതിനൊരു കാരണമുണ്ട് അങ്ങനെ പറയാൻ. തൊട്ടിപ്പുറത്ത് SYSന്റെ പേരിൽ തന്നെ മറ്റൊരു സമ്മേളനം ആരോ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മെമ്മറിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉസ്താദ് ചോദിക്കുന്നത്, ആരുടെ സമ്മേളനമാണ്? SYSന്റെ സമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് നടത്തുന്നത് എന്നായി അടുത്ത ചോദ്യം. കണ്ണിയത്ത് ഉസ്താദിനോട് താജുൽ ഉലമയോ അല്ലെങ്കിൽ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദോ എന്ന് പറഞ്ഞു. AP ആണ് നടത്തുന്നത്. അപ്പൊ ചോദിച്ചു, നമ്മുടെ AP അല്ലേ? നമ്മുടെ AP അല്ലേ? സമസ്തയുടെ ആലിമീങ്ങൾ 2 ഭാഗമായി പിരിഞ്ഞതിന്റെ പിറ്റേ ദിവസം അസർ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിൽ നിന്ന് ഈ വാക്ക് വരുന്നത്, നമ്മുടെ AP അല്ലേ? നമ്മുടെ SYS അല്ലേ? നമ്മുടെ സമ്മേളനമല്ലേ? പോയി നടത്തി കൊടുക്കണം തങ്ങളെ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാനും എറണാകുളത്തേക്ക് വരും. വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദിയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യനെ പറഞ്ഞയക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 1974 ഏപ്രിൽ 21 അന്ന് മുശാവറയിലേക്ക് കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും AP ഉസ്താദും തമ്മിലുള്ള ബന്ധം അവിടത്തെ വഫാത്ത് വരെ അങ്ങനെ തുടർന്ന ബന്ധമായിരുന്നു. ആ പൊരുത്തം സംഘടനാ രംഗത്ത് ഉസ്താദിന് വലിയ തോതിൽ സഹായമായ ഒരു പൊരുത്തമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഉസ്താദ് SYSന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് കാസർഗോഡ് തായലങ്ങാടി മദ്രസയിൽ ചേർന്ന കൗൺസിലിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആരാണ് ആ പേർ പറയുന്നത്? അതൊരു തൗഫീഖാണ്. ഇങ്ങനെ ഒരു ആളുടെ പേര് മറ്റൊരു മഹാൻ പറയുക എന്നുള്ളത്. അന്നത്തെ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുന്നത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവർകളായിരുന്നു.
ചാപ്പനങ്ങാടി പാപ്പു മുസ്ലിയാർ ഉസ്താദ് അവർകളായിരുന്നു. ഇന്നും എന്റെ നാട്ടിൽ പൂനൂരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗത്തിൽ അവിടെ പ്രസംഗിക്കുന്ന പ്രഭാഷകൻ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ പേര് വളരെ ആദരവോടെ പറയുന്നു. അതായത് എല്ലാവരും ആദരവോടെ പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദാണ് 1975 വാർഷിക കൗൺസിൽ യോഗത്തിൽ വെച്ചുകൊണ്ട് AP ഉസ്താദിനെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് നിർദ്ദേശിക്കുന്നത്. ഒരാളെ കൂടി പറയണം. AP ഉസ്താദ് ബുക്ക് വാങ്ങിയ സമയം 100-ൽ താഴെ യൂണിറ്റ്, 5 രൂപയുടെ കടത്തിന്റെ കണക്ക്. ഉസ്താദ് അവർകളിലൂടെ വലിയ മുന്നേറ്റം വരുന്നു. ഇന്ന് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം ഇന്ന് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന പ്രസ്ഥാനം രാഷ്ട്രീയ കേരളമാവട്ടെ, സാംസ്കാരിക കേരളമാവട്ടെ, ഇവിടെയുള്ള ഭരിക്കുന്നവരും പ്രതിപക്ഷത്തു നിൽക്കുന്നവരുമാവട്ടെ, അവർക്ക് കേരള മുസ്ലിം ജമാഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് പോവാൻ കഴിയാത്ത രൂപത്തിൽ ഈ പ്രസ്ഥാനം അടിത്തറ ഉറച്ച പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് കേരള മുസ്ലിം ജമാഅത്തിനെ, SYSനെ, SSFനെ ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഉസ്താദിന് കഴിഞ്ഞത്? മറ്റൊരാളുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ആരാണ് ഈ പൊരുത്തം കൊടുത്ത വ്യക്തിത്വം? ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ഉസ്താദ്. EK ഹസൻ മുസ്ലിയാർ ഉസ്താദ് വലിയ മഹാനായ പണ്ഡിതനാണ്. അള്ളാഹുവെ ഇഷ്ടപ്പെട്ട വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് EK ഹസൻ മുസ്ലിയാർ ഉസ്താദ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാസർഗോഡ് ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഖാദിയും ഖതീബും അവിടെ മുദർരിസുമായി സേവനം ചെയ്യവെയാണ് 1982 വഫാത്താകുന്നത്. ഉസ്താദ് അവർകൾ കാസർഗോഡ് ജുമാഅത്ത് പള്ളിയിൽ ഖുത്ബയോദാൻ ഉണ്ട് എന്ന് കേട്ടുകഴിഞ്ഞാൽ കാസർഗോട്ടെ തലയെടുപ്പുള്ള പാരമ്പര്യമുള്ള ആലിമീങ്ങൾ മാലിക്കുദ്ദീനാറിലേക്ക് ജുമാഅക്ക് പോവുകയാണ്. എന്താണ് കാരണം? EK ഹസൻ മുസ്ലിയാരുടെ പിന്നിൽ നിസ്കരിക്കാൻ കഴിയണം, ബഹുമാനപ്പെട്ടവരുടെ ഖുത്ബ കേൾക്കണം. അതിനുവേണ്ടി ആ വലിയ മഹാന്മാരായ ഉസ്താദുമാർ പോലും കാസർഗോട്ടേക്ക് പോവുകയാണ്, അവിടെയുള്ള പള്ളിയിലേക്ക് പോവുകയാണ്. 1984 മുതൽ ആ പള്ളിയിൽ ഞാൻ ജുമാ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെയുള്ള പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ മാലിക്കുദ്ദീനാർ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതാൻ വേണ്ടി കയറിയാൽ ഖുത്ബ അങ്ങ് തുടങ്ങിയിട്ട് ഖുത്ബ അതിന്റെ മുഹൂർത്തത്തിലേക്ക് കടക്കുമ്പോഴേക്ക് മഹാനവർകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ഒലിക്കുന്നു. കവിളിലൂടെ താടിയിലൂടെ അത് തന്റെ മേൽക്കുപ്പായത്തെ നനച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. കേട്ടു നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ കണ്ണു നിറയുന്നു. നബാത്തിയ ഖുത്ബയുടെ ഏട് പിടിച്ചുകൊണ്ട് ഖുത്ബയോതുന്ന സമയം കണ്ണ് നിറഞ്ഞുകൊണ്ട് കുപ്പായം നനയുമാർ അള്ളാഹുവിനെ പേടിച്ച് ദഅവത്ത് നടത്തിയ മഹാനാണ് EK ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ. 2 ഖുത്ബ കഴിഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആ ദുആ ചൊല്ലുമ്പോൾ കേട്ടു നിൽക്കുന്ന മുഅ്മിനീങ്ങള് കണ്ണുനീരോടെ ആമീൻ പറയുന്നു. ജുമാ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് തൗബ ചെയ്ത നിർവൃതിയായിരുന്നു അത്രേ, തൗബ ചെയ്ത അനുഭവമായിരുന്നു അത്രേ. EK ഹസൻ മുസ്ലിയാരുടെ പിന്നിൽ നിസ്കരിക്കുമ്പോഴും ഖുത്ബ കേൾക്കുമ്പോഴും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കുമ്പോഴും അതുപോലും ഈ കാണുന്ന രൂപത്തിൽ അനുഭവം ആയിരുന്നുവെങ്കിൽ അത്ര വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക്. സംഘടനാ രംഗത്ത് ഈ കാണുന്ന ഉറച്ച കാൽവെപ്പുകൾ നടത്താൻ പൊരുത്തം കൊടുത്ത വലിയ മഹാൻ, സംഘടനാ രംഗത്ത് ഈ കാൽവെപ്പുകൾ നടത്താൻ വലിയ പൊരുത്തം കൊടുത്ത മഹാൻ പോരാ, അതിനു മുമ്പേ ജീവിച്ച ആലുവായി അബൂബക്കർ മുസ്ലിയാരടക്കം, അതുപോലെ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാരടക്കം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ
EK അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള മഹാന്മാരായ ആളുകളുടെയൊക്കെ പൊരുത്തം, ആ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് AP ഉസ്താദിന് അള്ളാഹു കൊടുത്ത വലിയ തൗഫീഖാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, ഇപ്പോഴത്തെ ഈ പ്രായത്തിലും ചെറിയ ഒരു പൊടി തങ്ങളെ കണ്ടാൽ, ഒരു ചെറിയ തങ്ങള് കുട്ടിയെ കണ്ടാൽ ആ സയ്യിദിനെ പോലും ആദരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകാറുണ്ട്. ലോകം അതിശയിച്ചു പോവുകയാണ്. എവിടെയാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്? എന്റെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലെങ്കിൽ, എന്റെ ഗ്രൂപ്പിൽപ്പെട്ടയാളല്ലെങ്കിൽ തങ്ങള് പിന്നെ തങ്ങളല്ല എന്ന് ചിന്തിച്ചിരുന്ന കേരളീയ സമൂഹത്തിലാണ്. ഗ്രൂപ്പ് മാറിയപ്പോ, രാഷ്ട്രീയ പാർട്ടി മാറിയപ്പോൾ സയ്യിദന്മാരെ പരിഹസിച്ച പാരമ്പര്യമുള്ള ഈ കേരളത്തിലാണ് ചെറിയ തങ്ങന്മാരെ പോലും കാണുന്ന സമയം ഈ വലിയ ആലിം എഴുന്നേറ്റു നിൽക്കുകയാണ്, അവർക്ക് ആദരവ് കൊടുക്കുകയാണ്. നിങ്ങൾ അറിയുമോ, കഴിഞ്ഞ കാലത്ത് അഹ്ലുസുന്ന വലിയ പ്രതിസന്ധിയിലൂടെ പോയ കാലം, അന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കാലം, ഒരുപാട് പ്രതിസന്ധിയുണ്ടായ കാലമാണ്. ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നു മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക്. ആരെയാ വിളിച്ചുകൂട്ടുന്നത്? SYSന്റെ അന്നത്തെ നേതാക്കന്മാർ, പ്രസംഗിക്കുന്ന പൊതുപ്രഭാഷകന്മാർ, അവരെ വിളിച്ചുകൂട്ടിയിട്ട് AP ഉസ്താദ് അന്ന് അവരോടൊരു കാര്യം പറഞ്ഞു. വലിയ പ്രതിസന്ധി നാട്ടിൽ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഒരു പക്ഷേ നമ്മൾ കക്കോവിൽ നിന്ന് ഇന്നലെ കേട്ടത് അതൊരു പുതുമയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ വലിയ തീക്കടൽ കടന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്. പഴയകാലത്ത് അതിനേക്കാൾ വലിയ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ പാകപ്പെട്ടു വന്നത് എങ്കിൽ അതൊരു പുതിയ കഥയല്ല. അതുപോലെ വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ പതറേണ്ടതില്ല. കാരണം മുമ്പ് കഴിഞ്ഞതിനപ്പുറത്തുള്ളത് ഇനി വരാനില്ല. എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കൊല നടന്നിട്ടുണ്ട്, അവിടെ എതിർപ്പുകൾ വന്നിട്ടുണ്ട്, അടി നടന്നിട്ടുണ്ട്. മുതഅല്ലിമീങ്ങളുടെ തലയെ കെട്ടെടുത്തുകൊണ്ട് ചളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിലെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുദർരിസ് അങ്ങനെ നിൽക്കുകയാണ്. ചെറുപ്പക്കാരൻ മുദർരിസ്, ചെറിയ മുതഅല്ലിമീങ്ങൾ കൂടെയുണ്ട്. ആ നാട്ടുകാർക്ക് സുപരിചിതനാണ്. സരസനായി ദീൻ പറയുന്ന ആ മുദർരിസിനെ EK അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകളുടെ അടുത്തുനിന്ന് കിതാബോദിയ KK ഉസ്താദിന്റെ അടുത്തുനിന്ന് അതിനു മുമ്പ് ഓതിപ്പടിച്ച ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുദർരിസായിരുന്നു. 25 കൊല്ലം മുമ്പ് ദർസ് നടത്താൻ മുതഅല്ലിമീങ്ങളുമായി പോകുന്ന സമയം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് ഏതോ ചില കവല ചട്ടമ്പികൾ വന്നുകൊണ്ട് ആ ആലിമിന്റെ തലയിലെ തലപ്പാവ് എടുത്തുകൊണ്ട് ചളിയിലേക്ക് എറിയുന്നതെങ്കിൽ ആലിമീങ്ങൾ പരിഹസിക്കപ്പെട്ട കഴിഞ്ഞ കാലഘട്ടം, ആക്രമിക്കപ്പെട്ട കഴിഞ്ഞ കാലഘട്ടം, അവർക്ക് ജീവൻ നൽകേണ്ടി വന്ന കഴിഞ്ഞ കാലഘട്ടം, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൊരിക്കൽ എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നു മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക്. എന്നിട്ട് AP ഉസ്താദ് അന്നത്തെ ആവേശമുള്ള കമ്പനിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഇതിന്റെ പേരിലൊന്നും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ പരസ്യമായി വേദിയിൽ വെച്ച് ഒരു വാക്കും പറഞ്ഞു പോകാൻ പാടില്ല, നിങ്ങളൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ തെറ്റായതൊന്നും ചെയ്തു പോവരുതേ എന്ന് 25 കൊല്ലം മുമ്പുള്ള അന്നത്തെ ചുറുചുറുക്കിന്റെ സമയത്തിലും AP ഉസ്താദ് പറയുകയാണ്, മക്കളെ നിങ്ങൾ പോയി അടിച്ചോ എന്നല്ല, നിങ്ങൾ പോയി തെറി വിളിച്ചോ എന്നല്ല, നിങ്ങൾ മയ്യത്തുണ്ടാക്കിയിട്ട് കത്തിച്ചോ എന്നല്ല, ജനാസ കബറടക്കിയോ എന്നല്ല പറഞ്ഞത്, മറിച്ചു പറഞ്ഞത് ഇത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ആലിമിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന്റെ പേരിൽ പാണക്കാട് പൂക്കോയ തങ്ങളുടെ മകനെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല, നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, നിങ്ങൾ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിമർശിക്കാൻ പാടില്ല.
ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അന്വേഷിച്ചു നോക്കാം. കീലത്ത് മുഹമ്മദ് മാസ്റ്റർ മെല്ലെ എഴുന്നേറ്റു നിന്നു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, തങ്ങളിൽ നിന്ന് ഞങ്ങൾ കണ്ട ഒരു കാര്യം അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സമൂഹത്തോട് പറയാൻ പറ്റുമോ? സമൂഹത്തോട് പറയാൻ പറ്റുമോ? കണ്ടത് തെറ്റാണ് എന്ന് ബോധ്യമുള്ളതാണ്, പറയേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നതാണ്. സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, ഒരു ബാപ്പയുടെയും മകന്റെയും കഥ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് അന്ന് എ പി ഉസ്താദ് പറഞ്ഞുകൊടുത്തു. ബഹുമാനപ്പെട്ട ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്കുള്ള ആ പരമ്പരയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയാണ് പാണക്കാട് പൂക്കോയ തങ്ങളുടെ മക്കൾ. മറ്റു സയ്യിദന്മാർ ഗ്രൂപ്പ് മാറിയതിന്റെ പേരിലും ഗ്രൂപ്പ് അപ്പുറത്തായതിന്റെ പേരിലും രാഷ്ട്രീയം അപ്പുറത്തായതിന്റെ പേരിലും ഹബീബിന്റെ മക്കളെ നമ്മളൊന്നും പറയാൻ പോകണ്ട. നാളെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയം ആ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് ഹൗദുൽ കൗസർ തരാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളത് പറയാൻ പോകണ്ട. ഇത്രമാത്രം വലിയ ഈ കാണുന്ന രൂപത്തിൽ സയ്യിദന്മാരെ ആദരിക്കാൻ പഠിപ്പിച്ച വേറെ ആരെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ എന്നറിയില്ല. മാതൃകയാക്കാൻ ഏറ്റവും മുന്നിൽ കാണുന്നു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനൊരു തൗഫീഖ് കിട്ടി. സയ്യിദന്മാരുടെ പൊരുത്തം അവിടത്തെ നാട്ടിൽ അവിടത്തെ ചെറുപ്പ കാലഘട്ടത്തിൽ ജീവിച്ച രണ്ടു സയ്യിദന്മാർ പ്രധാനികൾ. ആരാണ് ഈ രണ്ടു സയ്യിദന്മാർ? ഒന്ന് അവേലത്തു വലിയ തങ്ങളാണ്. അവേലത്തു വലിയ തങ്ങളുപ്പാപ്പ. ആ തങ്ങളുപ്പാപ്പ എ പി ഉസ്താദിന് പൊരുത്തം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട ചെറിയ തങ്ങളൊന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കുഞ്ഞി സീദിക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ അവിടുന്ന് പൊരുത്തം കൊടുക്കുന്നു. അവേലത്ത് തങ്ങളുപ്പാപ്പമാർ പൊരുത്തം കൊടുക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ വരെ ജീവിച്ചിരുന്നവർ, കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്നവരും അതുപോലെ കഴിഞ്ഞുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ സാദാത്തുക്കളുടെ ഒക്കെ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എ പി ഉസ്താദിന്റെ വലിയ ഭാഗ്യം. ഈ ഭാഗ്യം അവിടുത്തെ പിന്നിൽ നിന്നപ്പോൾ നമുക്കും കിട്ടിയെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് കാര്യം? 1989 സമസ്തയിലുണ്ടായിരുന്ന അതിന്റെ നേതാക്കന്മാർ, 89 മുശാവറയിൽ അംഗമായിരുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാർ രണ്ടു വഴി പിരിയുന്നു. ആ രണ്ടു വഴി പിരിഞ്ഞ ആകെയുള്ള എല്ലാ നേതാക്കന്മാരും ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രം അല്ലാഹ് ഒരു വലിയ ഭാഗ്യം കൊടുക്കുന്നു. എന്താണ് ഈ ഭാഗ്യം? അത് ലോക മുസ്ലിമീങ്ങൾ ദിവസവും തിരിഞ്ഞു നിൽക്കുന്ന, അവര് തവാഫ് ചെയ്യുന്ന, അവരുടെ എല്ലാമായിട്ട് അവര് കാത്തു നിൽക്കുന്ന വിശുദ്ധ കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ അന്നത്തെ മുശാവറയുടെ അംഗങ്ങളിൽ ഒരാൾക്ക് മാത്രം അല്ലാഹു തൗഫീഖ് കൊടുത്തു. ആരാണ് ഈ വ്യക്തിത്വം? ആ വ്യക്തിത്വമാണ് ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ചെറിയ ഭാഗ്യമല്ല. ഉസ്താദ് അവിടെ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അവിടെ കയറാത്ത ആളുകളൊക്കെ മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ അല്ലാഹ് വലിയ ഭാഗ്യം കൊടുത്തയാൾ എ പി ഉസ്താദാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഉസ്താദിനോട് പിന്നെ ചോദിച്ചു, അവിടെ ചെന്നപ്പോ നിങ്ങൾ എന്താണ് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചത്? ഉസ്താദ് പറഞ്ഞു, സമുദായത്തിന്റെ കാര്യമാണ്, സമുദായത്തിന്റെ കാര്യമാണ്. കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച സമയത്തും ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞുവെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി പറയാൻ, ഈ സമുദായത്തിന് വേണ്ടി പറയാൻ
അള്ള തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ലോകത്ത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ ഒക്കെ പൊരുത്തം, ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ ഒക്കെ പൊരുത്തം. അത് മാത്രമല്ല, നമ്മളൊക്കെ 3 ഖുലഫാഉർ റാഷിദുകളിൽ 3 പേരെ നമ്മളിൽ ബഹുഭൂരിപക്ഷവും, അല്ലെങ്കിൽ മക്കയിൽ പോയ ആളുകൾ, മദീനയിൽ പോയ ആളുകൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. AP ഉസ്താദിന് അല്ലാഹു തൗഫീഖ് കൊടുത്തു 4 പേരെയും സിയാറത്ത് ചെയ്യാൻ. 4 പേരെയും സിയാറത്ത് ചെയ്യാൻ ഇത് ചെറിയ കാര്യമല്ല. മഹാന്മാരായ ഔലിയാക്കന്മാരിൽപ്പെട്ട ആ കിതാബുകളിൽപ്പെട്ട ആളുകളെ അവരെയൊക്കെ പോയി സിയാറത്ത് ചെയ്യാൻ ഈ തിരക്കിനിടയിലും അല്ലാഹു തൗഫീഖ് കൊടുക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് വരുമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ പറഞ്ഞു തരും. ബൈത്തുൽ മുഖദ്ദസിൽ, ആ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു ബഹുമാനപ്പെട്ട AP ഉസ്താദ്. ചുള്ളിക്കോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ ആ ഭാഗം കേട്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് മുഅ്മിനീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുന്നു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്. അങ്ങനെ നമ്മുടെ നാട്ടിലും പുറത്തുമുള്ള മഹാന്മാരായ ആളുകളെയൊക്കെ സിയാറത്ത് ചെയ്യാൻ അവിടത്തേക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. പോരാ, ലോകതലത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ മസാറുകളിലൊക്കെ ചെന്നുകൊണ്ട് അവിടൊന്ന് പൊരുത്തം വാങ്ങുകയാണ്. 1/2 നൂറ്റാണ്ട് കാലമായി സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാരായ മുഹദ്ദിസുമാരെ സിയാറത്ത് ചെയ്യാൻ അവരുടെ മസാറുകളിൽ ചെന്ന്, മക്ബറകളിൽ ചെന്നുകൊണ്ട് അവരെ സിയാറത്ത് ചെയ്യാൻ അവിടത്തേക്ക് ഭാഗ്യം ലഭിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് അന്നുള്ള ആളുകളുടെയൊക്കെ പൊരുത്തം അത് പോരാ, അതിനു പുറമെ ആ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തുന്നു. എന്നിട്ട് അവരുടെ പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം നൽകുന്നു. ഷെയ്ഖ് സബാഹി റിഫാഴി വലിയ മഹാനല്ലേ, അവിടുന്ന് പൊരുത്തം കൊടുത്തിട്ടുണ്ട്. യാസീൻ അൽ ഫാദാനി, മുഹമ്മദ് യാസീൻ അൽ ഫാദാനി മക്കത്തുൽ മുക്കറമയിലെ വലിയ മഹാനാണ്. ആ മഹാൻ പൊരുത്തം കൊടുത്തിട്ടുണ്ട്. ഹാഷിം റിഫാഴി തങ്ങള്, ഹാഷിം റിഫാഴി പൊരുത്തം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഹാഷിം റിഫാഴിയുടെ കാര്യമായിരിക്കണം ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത്. ഹാഷിം റിഫാഴി വലിയ മഹാനാണ്. ഹാഷിം റിഫാഴിയാണ് ഹബീബായ റസൂലുള്ളാഹിയുടെ വീട്, റസൂലുള്ള പിറന്നു വീണ വീട് ഇന്ന് മക്കത്തുൽ മുക്കറമയിൽ അത് പൊളിക്കാതെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഹാഷിം റിഫാഴിയാണ്. ഹാഷിം റിഫാഴിയ അവിടെ ഹറമുകളുടെ വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ സമയം ഈ വീടും പൊളിച്ചു നീക്കാനായിരുന്നു അവരുടെ തീരുമാനം. ആ വിവരം അറിഞ്ഞപ്പോൾ ഒരു നിവേദനം തയ്യാറാക്കുന്നു. ഹാഷിം റിഫായിയുടെ നേതൃത്വത്തിൽ ഹബീബായ റസൂലുള്ള പറന്നു വീണു എന്ന് വിശ്വസിക്കുന്ന ആ വീട് നിങ്ങൾ പൊളിച്ചു നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ടവർ നിവേദനം കൊടുത്തത്. അതിലൊപ്പുവെച്ച ആദ്യത്തെ ആൾ ഹാഷിം റിഫാഴിയാണെങ്കിൽ അതിലൊപ്പുവെക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്, അതിന് തൗഫീഖ് കിട്ടിയ ആളാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഹബീബിന്റെ വീട് അവിടെ നിലനിർത്താൻ ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്. ധാരാളം ആളുകൾ ഉംറക്ക് പോകാറുണ്ട്, ഹജ്ജിന് പോകാറുണ്ട്. ഉംറക്കും ഹജ്ജിനും വേണ്ടി പോകുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ് ഈ സ്ഥലം? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം സ്പർശിച്ചു എന്ന് ഉറപ്പുള്ള 2 സ്ഥലം ഒരു മാറ്റവും വരുത്താതെ, ഒരു ഭേദഗതിയുമില്ലാതെ ഇന്നും മക്കയിൽ നിലനിൽക്കുന്നുണ്ട്. ഏതാണ് ഈ 2 സ്ഥലം? ഒന്ന് ജബലുൻ നൂർ എന്ന പർവ്വതത്തിലെ ഗുഹയാണ്. രണ്ടാമത്തേത് ജബലു സൗറിലെ ആ ഗുഹയാണ്.
ജബലുൻ നൂറിലെ ഗുഹയിൽ നമ്മൾ കയറി നോക്കിയാൽ കഅബയിലേക്ക് തിരിച്ചു വെച്ചതുപോലെ 4 അടി നീളമുള്ള ഒരു പാറക്കല്ല് കാണാം. അതിൽ ഹബീബിന്റെ ശരീരം പതിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മുഖം വെച്ചിട്ടുണ്ട്, അവിടുന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് വിശ്രമിച്ചിട്ടുണ്ട്. നുബുവത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, തായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്തും തന്റെ നാട്ടുകാർ ഒരുപക്ഷെ സ്വീകരിക്കില്ലേ എന്ന് ചിന്തിച്ച് നാട്ടിലേക്ക് പോവാതെ റസൂലുള്ള സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ ഗുഹയിലേക്ക് കയറിയിട്ടുണ്ട്. മല കയറി ഗുഹയിൽ വിശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് തന്റെ സന്ദേശങ്ങൾ വിവിധ ഗോത്ര തലവന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ച് തന്റെ കഫാലത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ ഏറ്റെടുക്കുന്നതുവരെ റസൂലുള്ള നബിയായതിനു ശേഷവും ആ ഗുഹയിൽ വിശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് അതിന്റെ മേലെ നിസ്കരിച്ചിട്ടുണ്ട്, അവിടുന്ന് മുഖം വെച്ചിട്ടുണ്ട്. ആ പാറക്കല്ലിപ്പോഴും അവിടെയുണ്ട്, ആ ഗുഹ അവിടെയുണ്ട്. നമ്മൾ മറന്നു കളയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് എന്ന് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു തന്നതാണ്. ഇരിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹിയുടെ വീട് നിലനിർത്താൻ 500ഓളം വരുന്ന ആലിമീങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നു. നിവേദനം തയ്യാറാക്കിയത് ഹാഷിം റിഫാഴി തങ്ങളാണ്, കുവൈത്തിലെ. ആ ഹാഷിം റിഫാഴി പൊരുത്തം കൊടുത്ത വ്യക്തിത്വമാണ് ഖമറുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് ഹാഷിം റിഫായി തങ്ങൾ പൊരുത്തം കൊടുത്ത നേതാവാണ്. അതുപോലെ അബ്ബാസ് മാലിക്കി തങ്ങൾ പൊരുത്തം കൊടുത്ത നേതാവാണ്. അബ്ബാസ് മാലിക്കി തങ്ങൾ വഫാത്തായ ദിവസം കഴിഞ്ഞ 2015 ഏപ്രിൽ 17 അന്നോ 18 അന്നോ ഞാനുണ്ടായിരുന്നു മക്കത്തുൽ മുക്കറമയിൽ. അബ്ബാസ് മാലിക്കി തങ്ങളുടെ ജനാസ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കൊണ്ടുവന്ന സമയം, ആ ജന്നത്തുൽ മുഅല്ലയിൽ അത് മറവ് ചെയ്തതിനു ശേഷം ആ ഖബറിന്റെ മേലെ വെച്ചുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് 2 തവണ ദുആ നടന്നു. രണ്ടാമത് ദുആ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദായിരുന്നു. അത്രമാത്രം ഇഴയടുപ്പമുള്ള ബന്ധമായിരുന്നു ആ വലിയ തങ്ങളുമായിട്ട് AP ഉസ്താദിനുണ്ടായിരുന്നത്. ലോകതലത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരുടെയൊക്കെ പൊരുത്തം, തന്റെ ഉമ്മയുടെ പൊരുത്തം, തന്റെ ഉസ്താദുമാരുടെ പൊരുത്തം, കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരുടെ മഹാന്മാരുടെ പൊരുത്തം, ഔലിയാക്കന്മാരുടെ പൊരുത്തം, ഇതുകൊണ്ടാണ് ഇന്നും വീഴാതെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നോ പതറിപ്പോകേണ്ടതാണ്. അള്ളാഹുവേ, ഹിമ്മത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ, ഹിമ്മത്തിനെ ഏറ്റി നൽകണേ അല്ലാ. ഇടയ്ക്കൊരു തമാശ പറയണം. അതെന്താ? വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സിഹ്ർ ബാത്തിലാക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പണി കണ്ടിട്ടുണ്ടോ? എന്റെ പേരിൽ ആരെങ്കിലും സിഹ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ബാത്തിലാക്കലിന്റെ കോലുണ്ടാക്കിയിട്ട് മറവ് ചെയ്യല. എന്റെ പേരിൽ സിഹ്ർ ഉണ്ടെങ്കിൽ എന്റെ രൂപം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാ? അത് രാത്രി കൊണ്ടുപോയിട്ട് മെല്ലെ മറവ് ചെയ്ത് അതങ്ങനെ ആ രൂപത്തിൽ ചെയ്യുന്ന പണിയാ ചെയ്യ. AP ഉസ്താദിന്റെ പേരിൽ ഒരു സിഹ്റും ഇനി ബാക്കി ഉണ്ടാവില്ല. കാരണം എന്താണ്? അതൊക്കെ മണ്ണാർക്കാട്ട് പരിഹരിച്ചിട്ടുണ്ട്, അത് ബാക്കിയുള്ളടത്ത് പരിഹരിച്ചിട്ടുണ്ട്, എല്ലായിടത്തും അതങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കണം. ആ പണിയാ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്. അള്ളാഹുവേ, ആ ഉസ്താദിന് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. നീ കാവലാവണേ അല്ലാ. അവിടുത്തെ കുടുംബത്തിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇന്നും ഈ പ്രായത്തിലും ഓടി നടക്കുക, ഈ പ്രായത്തിൽ ഓടി നടക്കുകയാണ്. ചെറിയ കാര്യമല്ല, വല്ലാത്തൊരു തൗഫീഖ, വല്ലാത്ത ഭാഗ്യാണ്. ആളുകള് എല്ലാരും ആ വഴിക്ക് ഇതുവരെ വന്നിട്ടുണ്ട്, ഇനിയും വരും. തെറ്റിദ്ധരിച്ച ചെറുപ്പക്കാരൊക്കെ മാറി വരും. ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരില്ലേ, അവരൊക്കെ തിരിച്ചു ചിന്തിക്കും. കഴിഞ്ഞ കാല അനുഭവം അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാ. ഇന്നത്തെ തൽക്കാലം അതൊരു ആവേശത്തിന് ആരോ ചെയ്യുന്നൊരു പണിയാ. നാളെ എല്ലാം അതിന്റെ റൂട്ട് തന്നെ വരും.
അങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഉസ്താദ് പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പണ്ടും അങ്ങനെ ഇന്നും അങ്ങനെ. വാക്ക് അളന്നു മുറിച്ച് കൃത്യമായിട്ട് ആ വാക്ക് കൂടുതലാവലില്ല, കുറഞ്ഞു പോവലുമില്ല. അങ്ങനെ പറയാണ് ഇപ്പോഴും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പറയുന്നിടത്ത് പതർച്ചയില്ല. കറക്റ്റ് പറയേണ്ടത് അങ്ങനെ തന്നെ പറയുന്നു. അത് എത്തേണ്ടടുത്ത് എത്തുന്നു. ആ വാക്ക് വരുമ്പോഴേക്ക് എല്ലാരും കൂടെ ബേജാറാവുകയാണ്. ബേജാറാവേണ്ടവർ അവര് ബേജാറാവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് അള്ളാഹ് കൊടുത്ത ഫളലല്ലേ. പിന്നെ ചിലപ്പോ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ, പണ്ട് 89 വലിയ പ്രതിസന്ധിയുള്ള കാലത്ത് കുന്നമംഗലത്തെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുന്നമംഗലത്തെ ആ സമ്മേളനത്തിൽ നമ്മളെ പ്രതിസന്ധി മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞപ്പോ AP ഉസ്താദ് ഈ സമ്മേളനത്തിൽ പ്രസംഗിച്ച ഒരൊറ്റ കാരണത്താല് അന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിന്റെ ഭൂരിപക്ഷം 50,000 കൂടി. 4,000 അല്ല കൂടിയത്, 50,000 കൂടി. അപ്പോ ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ നമ്മൾ ആ സ്ഥാനാർത്ഥിനെ പിന്നെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് മൂപ്പര് പാർലമെന്റിലേക്ക് പോയി, രണ്ടാമത് ഒന്നുകൂടി വന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതാണ് അനുഭവം, അതാണ് സാഹചര്യം. അപ്പൊ നമ്മൾ അതിലൊന്നും എന്ത് ചെയ്യണ്ട, ആരും വേറെ ബേജാറാവണ്ട. ഈ കുട്ടികൾ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ അതും ഇതും പറഞ്ഞെടുക്കുന്നത് അത് കാണുമ്പോ നമ്മള് അതിലൊന്നും ആരും പറയേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ ആർക്കും പറയാൻ പറ്റില്ല, ഒന്നിരിക്കൽ ജയിപ്പിക്കുക അല്ലെ തോൽപ്പിക്കുക. ആകാശത്തേക്ക് ഉയർത്താൻ പറയാനുള്ള ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലല്ലോ. 2 ഓപ്ഷനേ ഒരു തെരഞ്ഞെടുപ്പിലുള്ളൂ, ഒന്നിരിക്കൽ ജയിപ്പിക്കുക അല്ലെ തോൽപ്പിക്കുക. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അവിടെ AP ഉസ്താദ് പറയേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാരെ പറ്റിയും പറഞ്ഞില്ല. നല്ല മനുഷ്യന്മാർ എത്ര ഉണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉണ്ണി ഹാജി കൊണ്ടോട്ടിയുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു പഴയ കാലത്ത്. മുഹമ്മദ് ഉണ്ണി ഹാജിനെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലത് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങോട്ടും കുറച്ചൊരു നല്ല ബന്ധവും സ്നേഹവും ഒക്കെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളാ. ആരെപ്പറ്റിയും വേറെ ആരെപ്പറ്റിയും ഒന്നും പറഞ്ഞില്ല. എന്താ പറയാന്ന് വെച്ചാൽ കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കാരണങ്ങൾ പറഞ്ഞ് തന്റേതായ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നല്ലാതെ പത്രസമ്മേളനം നടത്തിയ പ്രവചിക്കുക ഒന്നുമല്ല. ആവശ്യം പറഞ്ഞു, ഇതാണ് എന്റെ ആവശ്യം, എന്റെ ആഗ്രഹം ഇതാണ്. 89 മഞ്ചേരിന്റെ അതേ രൂപത്തിൽ ചെറിയൊരു കാര്യപ്രവർത്തനം, അതിലേക്കൊന്നും പോകേണ്ട വേദിയല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോണില്ല. അപ്പോ അതങ്ങ് നടന്നു എന്ന് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, വല്ലാതെ ചാടിക്കളിക്കണ്ട, ആരും അതിര് വിട്ട് പെരുമാറണ്ട എന്ന് അങ്ങനെ ആളുകളോട് കൂടി പറയാണ്. ഞങ്ങൾ അതിനേക്കാൾ വലിയത് കണ്ട് പിന്നെ കാര്യം അങ്ങനെ മാറി വരുന്നത് കൂടി കണ്ടിട്ടുണ്ട്. ഇത് ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീനിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ പറയണം. ദീനിന് ഗുണമുള്ളത് പറയണം. ജനങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പറയണം. ജനങ്ങൾ, ചെറുപ്പക്കാര് കൊലയാളികളാവരുത്, തെമ്മാടികളാവരുത്, തെറ്റുകാരാവരുത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. തെറ്റുകാരെ ആ രൂപത്തിൽ സംരക്ഷിക്കുന്ന ആൾ ആരാണോ അവർക്കെതിരെ ആലിമ് ശബ്ദിക്കണം. എല്ലാ കാലത്തെയും അനുഭവം അങ്ങനെ തന്നെയാണ്. ആലിമ് പറയണം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ നാടകമൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഏതോ സിഹർ ഇനി ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഇതുമേൽ അങ്ങ് തീർന്നു, എല്ലാം റാഹത്തായി. അത് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് തീർന്നതാണ്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ പറയട്ടെ, ഇന്നും ഈ പിടിച്ചു നിൽക്കുന്നത് മുഅ്മിനീങ്ങളുടെ ഈ ദുആ കൊണ്ടാണ്. മുഅ്മിനീങ്ങളുടെ ഈ ദുആ കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ഇപ്പോഴും ഇന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ പിന്നെ നേരത്തെ പറഞ്ഞ പള്ളിയിലാണ് ഉസ്താദ് ഇമാമത്ത് നിന്ന് മഗ്‌രിബ് നിസ്കരിക്കുന്നത്. ഇപ്രായത്തിലും ഇമാമത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. പ്രായം ഇത്രയായി, ഓടി നടക്കാണ്, വിശ്രമിക്കാൻ സമയമല്ല. മർക്കസ് തുടങ്ങുന്ന കാലം താടിയിലെ രോമം ഒന്നുപോലും വെളുത്തതില്ല. ഇന്ന് ആ താടിയിൽ വെളുത്ത രോമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ശരീരത്തില് ഈ പ്രായം അല്ലെങ്കിൽ കാലം ഓട്ടത്തിന്റെ ഇടയിൽ വരുത്തിയ ആ ഭാഗങ്ങളൊക്കെ ഒരു പക്ഷേ ആ ക്ഷീണമൊക്കെ ഉണ്ടായിട്ടും ഇന്നും ആരാന്റെ മക്കൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും,
ഉസ്താദ് കുറച്ചൊന്ന് വിശ്രമിക്കണ്ടേ? ഇടക്ക് വെച്ചൊരു സഖാഫി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ കുറച്ചൊന്ന് വിശ്രമിച്ചുകൂടെ? അന്ന് ആ സഖാഫിയോട് ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ വിശ്രമിച്ചാൽ മർക്കസിലെ യതീം കുട്ടികൾ, മർക്കസിലെ മുതഅല്ലിമീങ്ങൾ പട്ടിണിയാവൂലേ? അവര് പട്ടിണിയാവൂലേ? ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ടാ ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത്, അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്. നാട്ടിൽ ഈ പള്ളി ഉണ്ടാക്കുന്നത് ബാക്കിയെല്ലാം 3000 മേലെ വരുന്ന പള്ളികളാണ് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എല്ലാം നല്ല കണ്ണായ സ്ഥലത്ത് ആ പള്ളികളെല്ലാം ആളുകൾ നിസ്കരിക്കാൻ ഒന്ന് കഴിഞ്ഞ് അടുത്ത ജമാഅത്തിന് വരികയാണ്. നമ്മുടെ ഈ പള്ളിക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഈ പള്ളിയിൽ വന്ന് വസ്ത്രം മാറി ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ച് ആളുകൾ പോവുകയാണ്. ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ആളുകൾ പോവുകയാണ്. ഉംറയുടെ ഹജ്ജിന്റെ ആ മഹത്വമേറിയ കർമ്മത്തിന് കൂടി സാക്ഷിയാവാൻ കഴിഞ്ഞ ഒരു പള്ളിയാണ്, മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്. ഈ പള്ളി അടക്കം രാജ്യത്തുടനീളം പള്ളികൾ. ആ പള്ളി കരിപ്പൂര് എയർപോർട്ടിനോട് ചേർന്നുള്ള ഈ പള്ളി മാത്രമല്ല, കോഴിക്കോട്ടുള്ള പള്ളികൾ മാത്രമല്ല, നൈനിറ്റാൾ വരെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നൈനിറ്റാളിൽ വരെ, കൊണ്ടോട്ടിയിലെ മസ്ജിദുൽ ഫതഹ് നമുക്കറിയാം. ആ മസ്ജിദുൽ ഫതഹില് ദീനിയായി ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തുമാത്രാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ, ഒന്ന് കഴിഞ്ഞ് രണ്ട്, അങ്ങനെ നടക്കുന്ന സജീവമായി നിലനിൽക്കുന്ന പള്ളികൾ. ആ പള്ളികളാണ് ഇത്ര മേലെയുള്ളത്, ഇത്ര കൂടുതൽ പള്ളികൾ. ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യൻ ഇത്രമാത്രം പള്ളികൾ ഉണ്ടാക്കുക എന്നുള്ളത് അത്ഭുതം എന്നല്ലാതെ നമ്മൾ എന്തു പറയും? അത്ര കൂടുതൽ പള്ളികൾ ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീക്ക് കൊടുത്തു. 25 കൊല്ലം കൊണ്ട് 8500 മേലെ വരുന്ന മദ്രസകൾക്ക് നേതൃത്വം നൽകാൻ. ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാൽ നമ്മൾ കാണും. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ നമുക്ക് കാണാം. തമിഴ്നാട്ടിലും അതുപോലെ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോയി നോക്കിയാൽ നമുക്ക് അവിടെയൊക്കെ ഈ മദ്രസകൾ കാണാം. മദ്രസകൾ 8500 മേലെ. ഒരു വലിയ ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത വർഷം നമുക്ക് 1000 മദ്രസ വീണ്ടും ഉണ്ടാക്കണം. രാജ്യത്തുടനീളമായിട്ട് 1000 മദ്രസ നമുക്കുണ്ടാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആ മദ്രസകളിൽ ഏറ്റവും നല്ല സിലബസുകളാണ് പഠിപ്പിക്കുന്നത്. ഒരേ സമയത്ത് നമ്മൾ 2 സംവിധാനം കഴിഞ്ഞ വർഷം ഒന്ന് കൊണ്ടുവന്നു, ഈ വർഷം അതിന്റെ മറ്റൊരു പതിപ്പ് കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് സഹ്റത്തുൽ ഖുർആൻ എന്ന് പറയുന്ന സംവിധാനം. സഹ്റത്തുൽ ഖുർആൻ മർക്കസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ്. 3 വയസ്സ് 3.5 വയസ്സ് പ്രായമുള്ള ചെറിയ മക്കൾക്ക് ആ പ്രായത്തിലെ ഖുർആൻ പഠിപ്പിക്കാനുള്ള സംവിധാനമാണ് അവിടെ നമ്മൾ തുടങ്ങിയത്. വല്ലാതെ ജനങ്ങൾ അതിലേക്ക് വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ കേന്ദ്രീകരിച്ച് അത്യാവശ്യം വേണ്ട പ്രദേശങ്ങളിലൊക്കെ നമുക്ക് തിബിയാൻ എന്ന് പറയുന്ന സംവിധാനം, ഇതേ രൂപം തന്നെ 3 വയസ്സ് 3.5 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് ആ പ്രായത്തിൽ തന്നെ ഖുർആൻ പഠിപ്പിക്കുക, അത് കാണാതെ ഹിഫ്ളാക്കാൻ, നന്നായി ഓതാൻ പഠിപ്പിക്കുകയും അതുപോലെ ബാലപാഠങ്ങൾ അവർക്ക് പഠിപ്പിക്കാനും കഴിയുന്ന നല്ല ഒരു സംവിധാനം. 2 എണ്ണമാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ഒന്ന് സഹ്റത്തുൽ ഖുർആനും മറ്റൊന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ തിബിയാനും. ഇത് വന്നപ്പോഴാണ് അൽഹംദുലില്ലാ ആളുകൾ വീണ്ടും വരുന്നത്. ഇതൊക്കെ നടപ്പിലാക്കാൻ പാകത്തിൽ 1000 സ്ഥാപനങ്ങൾ ഇനിയും നമുക്ക് തുടങ്ങണമെന്നാണ് AP ഉസ്താദ് പ്രഖ്യാപിച്ചത്, നമ്മോട് പറഞ്ഞത്. അത് ഏറ്റെടുത്ത് മുന്നോട്ടു പോവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. രാജ്യത്തുടനീളം നമുക്ക് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. എല്ലായിടത്തും ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ അഹ്ലുസുന്നയുടെ ഏറ്റവും നല്ല കേന്ദ്രമായിട്ട് നമ്മുടെ നാടിനെ നമുക്ക് ഉയർത്താൻ കഴിയും, നിലനിർത്താൻ കഴിയും. മറ്റാർക്കും പഴുതില്ലാത്ത, മറ്റാർക്കും അവസരമില്ലാത്ത രൂപത്തിൽ നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ
കഴിയും എന്ന കാര്യം നമ്മൾ അറിയണം. അതിന് നമ്മൾ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഉസ്താദിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഈ എയർപോർട്ടിൽ നിന്ന് എത്രയാണ് ഉസ്താദ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവുക? അത്ര കൂടുതൽ കയറിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഇവിടെ നിന്ന് കയറിപ്പോയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എങ്ങോട്ടാ പോകുന്നത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ കാലത്ത് അത്ര കൂടുതൽ പുറത്തേക്ക് പോയ ആലിമീങ്ങളില്ല. അത്ര കൂടുതൽ ആലിമീങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. 1989 വരെ സമസ്തയുടെ ആലിമീങ്ങൾ അതിനു മുമ്പ് ഡൽഹിയിലേക്ക് പോയിട്ടില്ല. മദ്രാസിൽ പോയിട്ടുണ്ട്, കോയമ്പത്തൂരിൽ പോയിട്ടുണ്ട്, മംഗലാപുരത്തും അതുപോലെ ചില ആളുകൾ ഹൈദരാബാദിലും പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ബോംബെ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, മദ്രാസ്, മംഗലാപുരം തുടങ്ങിയ ചുരുങ്ങിയ സ്ഥലങ്ങൾ അതിനപ്പുറത്ത് പോയിട്ടില്ല എന്നാ നമ്മൾ കാണുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അവിടങ്ങളിലൊക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രായത്തിലും നമ്മൾ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഞാൻ ഈ പ്രായം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്താണത്? ഒന്ന്, മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. നമ്മുടെയൊക്കെ ദുആയിൽ ഉസ്താദിനെ നമ്മൾ ഏതു സമയത്തും ഉൾപ്പെടുത്തണം, എപ്പോഴും ഉണ്ടാകണം. കാരണം ഒരു പ്രയാസവുമില്ലാതെ ഒരുപാട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആ തണല് നമുക്ക് കിട്ടിയാൽ ഇനിയും ഒരുപാട്. കഴിഞ്ഞ വർഷം സഹറത്തുൽ ഖുർആൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ ഇത് തലയിൽ വന്ന് വല്ലാത്തൊരു ഭാഗ്യല്ലേ. ചെറിയ കുട്ടികള്, നമ്മുടെ നാട്ടിലുള്ള ചെറിയ മക്കൾ, നമ്മളൊക്കെ പറയും മൊബൈലിന്റെ കുട്ടിക്ക് എല്ലാ കാര്യം എന്തൊക്കെ ഓനറിയാം. അങ്ങനെയാ പുതിയ കുട്ടികളുടെ കാലതാ. ഗർഭപാത്രത്തിലേക്ക് ഒരു മൊബൈൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ കിടക്കുന്ന മക്കള് ചിലപ്പോ സെൽഫി എടുത്തിട്ട് ഉമ്മക്ക് അയച്ചു കൊടുക്കും, സെൽഫി എടുത്ത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനു മാത്രം ബുദ്ധിയാണ് ഈ മക്കൾക്ക്. സാങ്കേതിക വിദ്യയിൽ അതിനു മാത്രം വലിയ വിവര. നമ്മക്ക് ആകെ അറിയുന്നത് മൊബൈൽ എടുത്താൽ 2 കാര്യം. ഒരു കുത്തിയ അങ്ങോട്ട് വരും, രണ്ടാമത്തെ കുത്തിയ കോൾ അങ്ങോട്ട് പോകും. അതിന്റെ അപ്പുറം വേറെ അറിയില്ല. ഒരു ബട്ടൺ ഞെക്കിയാൽ അങ്ങോട്ട് പോണതറിയാം, ഒന്ന് ഞെക്കിയാൽ അങ്ങോട്ടും. രണ്ടാമത്തത് അറിയാത്ത ആളുകൾ എത്രയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഈ ചെറിയ കുട്ടികള് ഏത് മൊബൈൽ കിട്ടിയാലും അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവുകയാണ്. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ കുട്ടികളിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് AP ഉസ്താദിന്റെ തലയിൽ അല്ലാഹ് പുതിയൊരു വെളിച്ചട്ട് കൊടുക്കുന്നത്. ഇപ്രായത്തിൽ ഖുർആൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്രായത്തിൽ ഖുർആൻ കൊടുക്കണം. ആ പ്രായത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി സഹറത്തുൽ ഖുർആൻ നാട്ടുകാർ വല്ലാതെ അങ്ങ് സ്വീകരിച്ചപ്പോഴാണ് തിബിയാൻ എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. ഓരോന്നും അങ്ങനെയാണ്. ഓരോന്നും മർക്കസിന്റെ നോളജ് സിറ്റി ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് വരുന്ന സമയം ഞങ്ങൾ ആ ചുരത്തിന്റെ മേലെ കൂടാ വരുന്നത്. മോളിൽ നിന്നങ്ങനെ വണ്ടിയിലിരുന്ന് നോക്കിയപ്പോൾ താഴെ കോടഞ്ചേരി പഞ്ചായത്തിലെ പരന്നു കിടക്കുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ കാണാൻ കഴിഞ്ഞു. അതിന്റെ ചുറ്റുമുള്ള കുറെ ബിൽഡിങ്ങുകളുടെ പണി കഴിഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട ലോ കോളേജ് ബിൽഡിങ്ങിന്റെയും യൂനാനി മെഡിക്കൽ കോളേജിന്റെയും ലോ കോളേജ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ യൂനാനി മെഡിക്കൽ കോളേജ് അവിടെയാ ഇപ്പം വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെയാ പണി പൂർത്തിയായി കാര്യങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ളത് ആ പരിസരത്ത് അങ്ങനെ നടക്കുകയാണ്. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഇതെങ്ങനെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും, എപ്പോഴാണ് പൂർത്തിയാക്കുക? ഉസ്താദ് പറഞ്ഞു, ഡോക്ടർ അബ്ദുസ്സലാം പറഞ്ഞു, 2020 ആകുമ്പോഴേക്ക് അവിടത്തെ ഏതൊക്കെ പദ്ധതിയാണോ നമ്മൾ തയ്യാറാക്കിയത് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അങ്ങനെ തന്നെ എത്തിക്കാൻ കഴിയും എന്ന് ഉസ്താദ് പറഞ്ഞു. ഇൻഷാ അള്ളാഹ് 2020 ഒരു 3-3.5 കൊല്ലാകുമ്പോഴേക്ക് അവിടെയുള്ള മുഴുവൻ പദ്ധതിയും പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചെറിയ മാറ്റം നമുക്ക് ഒരു പക്ഷേ മാറ്റേണ്ടി വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നു, ജമലുല്ലൈലി തങ്ങളാണ്
കടന്നു വന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മർക്കസിന്റെ ആ നോളേജ് സിറ്റി അത് അതിൻ്റെതായ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ അതുപോലെ പൂർത്തിയാക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അതിനിടക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്ന സമയത്താണ് പിന്നെ നമുക്കും മാറേണ്ടി വന്നത്, മാറി ചിന്തിക്കേണ്ടൊക്കെ വന്നത്. അല്ലാതെ വേറൊന്നുമില്ല, ആരോടും നമുക്ക് വേറെ എതിർപ്പൊന്നുമില്ല. അതിനുള്ള ചെറിയ പ്രയാസങ്ങളും തടസ്സവും. അള്ളാന്റെ ദീനിന് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണ്ടേ, പള്ളി ഉണ്ടാക്കണ്ടേ, നമുക്ക് മദ്രസ വേണ്ടേ, നമുക്ക് നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളും ദഅ്വാ കോളേജും വേണ്ടേ ഇവിടെ, അതൊക്കെ വേണം നമ്മുടെ നാട്ടിൽ. അത് നടത്താൻ പാകത്തില് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കണം. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് മാത്രമായിട്ട് ഇവിടെ ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. മറ്റാർക്ക് വേണമെങ്കിലും ഓൽക്കും നടത്താം. എല്ലാവർക്കും നടത്താൻ കൊടുക്കുന്ന അതേ രൂപത്തിലുള്ള അനുവാദവും അധികാരവും ആ നീതിയുമാണ് നമുക്കും വേണ്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. അത് കിട്ടാൻ വേണ്ട ചില കാര്യങ്ങൾ തടസ്സക്കായി മാറിയപ്പോ നമുക്കൊന്ന് മാറേണ്ടി വന്നു എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ദീൻ അതാണ് ശരിയായ ആദർശം. ആ ആദർശം ലോകത്തെല്ലായിടത്തും യാതൊരു കലർപ്പുമില്ലാതെ നിലനിൽക്കുന്ന ആദർശമാണ്. അതിന്റെ നിലനിൽപ്പിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. മറ്റു സംഘടനകൾ പ്രവർത്തിക്കുന്നതും നമ്മുടെ ആലിമീങ്ങൾ പ്രവർത്തിക്കുന്നതും ബഹുമാനപ്പെട്ട ഉസ്താദും നമ്മുടെ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ അവരൊക്കെ ഓടി നടക്കുന്നത്, അധ്വാനിക്കുന്നത് ഈ ഒരു ആദർശം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ആ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ആദർശം നിലനിർത്താനും പഠിപ്പിക്കാനുമാണ് സമസ്ത ഉണ്ടാക്കിയത്. അതിനുണ്ടാക്കിയത്. ചില കുട്ടികളൊക്കെ അറിയാതെ പറയലുണ്ട്, ആ ഏതെങ്കിലും കെട്ടിടമൊക്കെ കണ്ടാൽ പറയും അത് സമസ്തന്റേതാണ്, ഈ പള്ളി സമസ്തന്റേതാണ്, ആ മഹല്ല് സമസ്തന്റേതാണെന്നൊക്കെ പറയലുണ്ട്. ആ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല, ആ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയല്. സമസ്ത ഉണ്ടാക്കിയത് എന്തിനാന്ന് 60-ാം വാർഷിക സോവനീർ നോക്കിയാൽ അതിൽ കാണാം. അതിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്, സമസ്ത ഉണ്ടാക്കിയത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലനിൽപ്പിനാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലനിൽപ്പിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഒരു കാര്യം കൂടി സമസ്തയുടെ മിനുട്സിൽ എഴുതിയത് നമുക്ക് കാണാം. അതെന്താ? ചില കുട്ടികൾ പറയും പോലെ സമസ്ത അങ്ങനെ ഒരു പള്ളിയും മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ആകെ ഉണ്ടാക്കിയ 2-3 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ സമസ്ത ഉണ്ടാക്കിയതാ. മണ്ണ് സമസ്തന്റേതാണ്, കെട്ടിടം സമസ്തയുടേതാണ്, ശമ്പളം കൊടുക്കുന്നത് സമസ്തയുടെ ഫണ്ടിൽ നിന്നാണ്. അതുപോലെ വെളിമുക്കിലെ ക്രസന്റ് ബോർഡിംഗ് മദ്രസ, അതുപോലെ അവിടെയുള്ള പട്ടിക്കാടുള്ള ബാക്കിയുള്ള സ്ഥാപനങ്ങൾ അത് അങ്ങനെയുള്ളതാ. അതുപോലെ അതിൽ സഹായം കൊടുക്കുന്ന കുറച്ച് സ്ഥാപനം, ബാക്കിയൊക്കെ നാട്ടുകാരുണ്ടാക്കിയതാണ്. സമസ്തന്റേതാണെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. സമസ്തന്റെ മിനുട്സിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, കേരളത്തിൽ മുസ്ലിമീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളി മദ്രസകൾ, മുസ്ലിമീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട പള്ളി മദ്രസ സമസ്ത ഉണ്ടാക്കിയെന്നല്ല. അപ്പൊ ആരാനുണ്ടാക്കിയതിന്റെ മുകളിൽ ഒരു റൂട്ടായിട്ട് ഒരു ബോർഡ് വെച്ചു കൊടുത്തു സമസ്ത, വേറൊന്നുമില്ല. അത് ഈ കുട്ടികൾ ഇങ്ങനെ അറിയാതെ അബദ്ധത്തിൽ പറയുന്നത്. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല, നമ്മൾ അറിയേണ്ട ഒരു വിഷയം. അങ്ങനെയാണ് പലരും വന്നിട്ട് എന്ത് ചെയ്യുന്നത്, നാട്ടിൽ കുഴപ്പവും കച്ചറയൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവാ. നമ്മൾ വേറെ യാതൊരു പ്രശ്നത്തിനും നിൽക്കണ്ട. നാട്ടുകാരുണ്ടാക്കിയത് നാട്ടുകാര് സംരക്ഷിക്കുകയും അതിനുവേണ്ട സൗകര്യം നമുക്കുണ്ടാവുകയും വേണം. നാട്ടിൽ മനുഷ്യന്മാര് പഴയ കാലത്ത് ഓടി നടന്ന് അധ്വാനിച്ച് മണ്ണ് കൊടുത്ത് ഉണ്ടാക്കിയ പള്ളി, ഉണ്ടാക്കിയ മദ്രസ നാട്ടുകാർക്ക് വേണ്ടി നിലനിൽക്കണം. അള്ളാഹുവിന്റെ ദീൻ പറയാൻ പാകത്തിൽ നിലനിൽക്കണം. ആ ആദർശം പറയാൻ പാകത്തിൽ നിലനിൽക്കണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന്
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അറിയണം, നമുക്ക് ഏത് പള്ളിയിലും തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണം, അത് കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കണം, പെരുന്നാൾ നിസ്കരിക്കാൻ കഴിയണം, ജുമാ നിസ്കരിക്കാൻ കഴിയണം, ആലിമീങ്ങൾക്ക് വഅദ് പറയാൻ കഴിയണം, ഏതു പള്ളിയിലും ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ ആലിമീങ്ങൾക്ക് കഴിയണം. ആ രൂപത്തില് നാട് മാറേണ്ടതുണ്ട്. അത് നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സൗകര്യം ഒരുക്കി തരുമാറാവട്ടെ, അള്ളാഹു വിജയം നൽകുമാറാവട്ടെ, അള്ളാഹു വലിയ പുരോഗതി ഈ രംഗത്ത് നൽകുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. വിശുദ്ധ റമളാൻ വരുന്നു. വിശുദ്ധ റമളാൻ വരിക. ഈ റമളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ തൗഫീഖ. നേരത്തെ ബഹുമാനപ്പെട്ട മുഹമ്മദ് പറവൂർ നമ്മോട് പറയുകയുണ്ടായി, വലിയ തൗഫീഖാണ് റമളാൻ. അള്ളാഹു നൽകിയ വിശുദ്ധമായ ഖുർആനു ശരീഫിനെ നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു നിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഈ ആദർശത്തെ ഒന്നുകൂടി ചേർത്തു നിർത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാര്യം നമുക്ക് തന്നത്. നമ്മുടെ ശരീരത്തെ കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി റമളാൻ നല്ല നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം, നല്ല നിലക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഉള്ള നോമ്പ്, നമ്മുടെ നോമ്പ് വേറെ ഒരാൾ ഓഹരി വെക്കുന്ന രൂപത്തിലേക്ക് ആവാൻ പാടില്ല. വേറെ ഒരാൾക്ക് ആ നോമ്പ് കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തരുത്. നമ്മുടെ നോമ്പ് നമുക്ക് തന്നെ കിട്ടണം. നമ്മുടെ നിസ്കാരം നമുക്കാവണം. നമ്മൾ മുഫ്ലിസായി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെറും കൈയോടെ നിൽക്കുന്ന സാഹചര്യം വരാൻ പാടില്ല. ഖുർആനുമായി നമ്മുടെ മക്കളെ നമ്മൾ നന്നായി അടുപ്പിക്കണം. നമ്മളും ഖുർആൻ ഓതണം. ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ നമ്മൾ ധാരാളം ഓതിയിട്ട് ഖത്തം തീർക്കണം. അതുപോലെ മറ്റു കാര്യങ്ങൾ ദാനധർമ്മങ്ങളിലും ബാക്കിയുള്ള വിഷയങ്ങളിലുമൊക്കെ നമ്മൾ നന്നായിട്ടുണ്ടാകണം. മലപ്പുറത്തിന്റെ പഴയ പാരമ്പര്യമുണ്ട്. ദീനീ രംഗങ്ങളിൽ ഏറ്റവും നന്നായി നിൽക്കുന്ന മനുഷ്യരാണ് മലപ്പുറത്തെ മനുഷ്യർ. പഴയകാലം മുതലേ അങ്ങനെയാണ്. ആ ഒരു പാരമ്പര്യം നമ്മളിലും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഉടനെ ഇതാ നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. ഉസ്താദ് നമ്മളോട് പ്രസംഗിക്കും. ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. ഓടി നടക്കുകയാണ്. ഈ സമയത്തും ഇങ്ങനെ ഓടി നടക്കുന്നു. ജിദ്ദയിൽ നിന്നൊക്കെയുള്ള ഉസ്താദിന്റെ അധ്വാനം കണ്ടാൽ, ഈ പ്രായത്തിലും മിനയിൽ വെച്ചുകൊണ്ട് ഉസ്താദ് അധ്വാനിക്കുന്നത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. അല്ല, കണ്ണുനീർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ അറഫയിലായിരുന്നു ഉസ്താദ്. അറഫയിലെ ദുആഇന്റെ സമയത്ത് ദുആ കഴിഞ്ഞ് മുഅ്മിനീങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്റെ കാര്യത്തിൽ ദുആ ചെയ്യണമെന്നായിരുന്നു, എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ദുആ ചെയ്യണമെന്നായിരുന്നു അന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞത്. കേട്ടപ്പം എല്ലാവരുടെയും കണ്ണ് നനഞ്ഞു. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ച ആലിമീങ്ങളിൽ ഇനി ആരും ബാക്കിയില്ല. 974 ഉസ്താദ് സമസ്തയിലേക്ക് കടന്നു വന്ന സമയം ഞാൻ പറഞ്ഞു. അന്ന് സമസ്ത മുശാവറയിലുണ്ടായിരുന്ന ആലിമീങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആരും ഇന്നില്ല. ശേഷം വന്നവരിൽ 3 ആൾ ബാക്കിയുണ്ട്. അല്ല, അന്നുള്ളവരിൽ ബഹുമാനപ്പെട്ട ഷിറിയ അലിക്കുഞ്ഞു ഉസ്താദ് കഴിഞ്ഞാൽ വേറെ ആരും ബാക്കിയില്ല. ശേഷം വന്നവരിൽ 2 പേർ ബാക്കിയുണ്ട്. ആരാണ് 2 പേർ? ഒന്ന് ചിത്താരി ഉസ്താദാണ്, മറ്റൊന്ന് CKM സാദിഖ് മുസ്ലിയാരാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന സാദിഖ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദുമാണ് ആ കാലത്തുണ്ടായിരുന്ന ആളുകളിൽ, ശേഷം വന്ന ആളുകളിൽ ഇന്ന് ബാക്കിയുള്ളത്. അന്നത്തെ ആ കാലത്തുള്ളതിൽ 82 വയസ്സ് പ്രായമുള്ള ഷിറിയ ഉസ്താദും 80 വയസ്സിലേക്ക് കടന്ന് അല്ലെങ്കിൽ കടിഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും മാത്രമുള്ളത്. ഉസ്താദിന്റെ ഈ വാക്കങ്ങ് കേട്ടപ്പോ കണ്ണിൽ നിന്ന് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. മുഅ്മിനീങ്ങളോട് വീണ്ടും പറയാനുള്ളത്, നമ്മൾ ദുആ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പറ്റുന്നിടത്തോളം അവിടത്തേക്ക് താങ്ങായി തണലായി നമ്മൾ കൂടെ ഉണ്ടാകണം. നിങ്ങളും ഈ തിരക്കിൽ ഉസ്താദ് ഇങ്ങനെ വരുന്ന സമയത്ത് ഓടി വന്ന് കൈ പിടിക്കാൻ തിരക്ക് കൂട്ടാൻ പാടില്ല. ഉസ്താദ് എങ്ങനെ വരട്ടെ,
കൈപിടിക്കാൻ നമ്മൾ മർക്കസിലേക്കൊക്കെ പോവുക. ഇനി ഇവിടുന്നുള്ള കാലത്ത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഉസ്താദിന്റെ വണ്ടി നേരെ വന്ന് ഉസ്താദ് ആ വരുന്നത് വരെ നമ്മൾ ആ കൈ പിടിച്ചും ബാക്കിയുള്ളതും ബുദ്ധിമുട്ടിക്കാതെ നേരെ വരുന്നു. ഉസ്താദ് ആ പോകുന്ന ഭാഗവും ബാക്കിയുള്ളതും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കള്ള തന്ന ഈ വലിയ തണൽ, അതാണ് നമ്മുടെ വിജയത്തിന്റെ ഒക്കെ കാരണം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിന്റെ വലിയ കാരണം സുന്നിയാണ് എന്ന് അഭിമാനത്തോടെ നമ്മൾ പറയാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദാണ് കാരണക്കാരനായുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുകയാണ്. അബൂ ഉസ്മാനെ കണ്ട സമയം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മോനെ അബൂ ഉസ്മാൻ, 3 കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് 3 കാരണം? ഒന്നാമത്തെ കാരണം, നിങ്ങൾ ഖുറൈശി തറവാട്ടിലെ അംഗമാണ്, ഖുറൈശിയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മൂന്നാമത്തെ കാര്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മോനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ മൂന്നാമത്തെ കാരണം വഅൻത സുന്നിയുൻ, നിങ്ങൾ സുന്നി ആയതുകൊണ്ടാണ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാനെ വിളിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, നിങ്ങൾ സുന്നി ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ആ അഹ്ലുസുന്നക്ക് ഇന്ന് കാണുന്ന ഈ പുരോഗതിയും ഈ വളർച്ചയും ഈ ഒരു അഭിമാനവും നമ്മളിൽ ഉണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി ഇടയ്ക്ക് SSF-കാരോട് പറയാണ്. അതെന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കുണ്ടൂരുപ്പാപ്പ നെഞ്ചത്ത് ആ കൊടി വിരിച്ചുകൊണ്ടങ്ങനെ നടന്ന കഥ. കഴിഞ്ഞ ഏപ്രിൽ 7 അന്ന് UP-യിലെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് പോകേണ്ടത് അജ്മീർ ഷെരീഫിലേക്കായിരുന്നു. അജ്മീർ ഷെരീഫിലേക്ക് പോവാൻ വേണ്ടി ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിൽക്കുന്ന സമയം എന്റെ ട്രെയിൻ വരാനായ ഏകദേശ സമയത്ത് ഒരു ട്രെയിൻ അവിടെ വന്നു നിന്നു. അന്വേഷിച്ചപ്പോ എനിക്കുള്ള ട്രെയിൻ അല്ല. അപ്പൊ ഞാൻ വീണ്ടും പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് വന്നു നിന്ന ട്രെയിനിൽ നിന്ന് 5 ചെറിയ കുട്ടികൾ, ഒരു 20 വയസ്സിൽ താഴെ പ്രായമുള്ള 5 കുട്ടികൾ. ആ കുട്ടികൾ പാഞ്ഞു വന്ന് എന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ഉറുദുവിൽ സംസാരിക്കുന്നു. ഉറുദുവിലാണ് അവരുടെ ബാക്കി കുശലാന്വേഷണങ്ങളെല്ലാം. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരാ? അവര് പറഞ്ഞു, ഞങ്ങൾ കാശ്മീരിലാണ്. കാശ്മീരിലുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പരിചയം? അവര് പറഞ്ഞു, നിങ്ങളെ പരിചയമല്ല, നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ട്രെയിനിൽ നിന്ന് ഓടി ഇറങ്ങി വന്നുകൊണ്ട് സലാം പറഞ്ഞ് ഇത്ര അടുത്ത് നിങ്ങൾ ഇടപഴകുന്നത്? അപ്പ ആ മക്കള് പറഞ്ഞു, ഞങ്ങൾ ട്രെയിനിൽ നിന്നങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടത്. നിങ്ങളുടെ തലപ്പാവും നിങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷവും, ഈ വേഷം കേരളത്തിലെ ഉസ്താദുമാർ ധരിക്കുന്ന വേഷമാണ്. ഈ തുണി കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഉടുക്കുന്ന തുണിയാണ്. ഈ തലേക്കെട്ട് കേരളത്തിലെ അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരുടെ വസ്ത്രമാണ്. ആ തലേക്കെട്ട് വേഷമാണ്. ആ തലേക്കെട്ടും ആ വസ്ത്രവും ആ വേഷവും കണ്ടപ്പോ ഞങ്ങൾക്ക് ഉറപ്പ് നിങ്ങൾ കേരളീയനാണ്. അത് മാത്രല്ല, നിങ്ങള് SSF-കാരനായിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കാശ്മീരിലെ SSF-കാരാണ്, ഞങ്ങൾ കാശ്മീരിലെ SSF-കാരാണ്. ആ വന്ന 5 പേരിൽ ഒരാൾ അവരുടെ കുപ്പായത്തിന്റെ പിൻഭാഗത്ത്, ആ പിൻഭാഗത്ത് അവരുടെ ടീഷർട്ടിന്റെ പിൻഭാഗത്തുള്ള കൊടി കാണിച്ചു തന്നു. പച്ചയും വെള്ളയും നീലയും നിറത്തിലുള്ള കൊടിയിൽ SSF എന്ന് എഴുതിയിട്ട് അവരുടെ കുപ്പായത്തിന്റെ മേലെ, ടീഷർട്ടിന്റെ മേലെ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾ കാശ്മീരിലെ SSFകാർ, നിങ്ങൾ കേരളത്തിലെ SSFകാരനാണ് എന്നീ വേഷം കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് ആ ചെറുപ്പക്കാരന്ന് എന്നോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഒരിക്കലും എന്നെ പരിചയമില്ലാത്ത ഏതോ ഒരു നാട്ടിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്തും മറ്റൊരു നാട്ടിലെ കുട്ടികൾ പാഞ്ഞു വന്ന് അടുത്ത് ഇടപഴകാൻ മാത്രം നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്, വളർച്ച നേടിയിട്ടുണ്ട്, പുരോഗതിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് കേട്ട ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗം എനിക്ക് തോന്നുന്നു അണ്ടോണയിലെ നേരത്തെ പറഞ്ഞ മൊയ്തീൻ ഷാ മാസ്റ്റർ ആയിരിക്കണം. മൊയ്തീൻ ഷാ മാസ്റ്റർ ഒരിക്കൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, കേരളത്തിൽ നിന്ന് SSF എന്ന് വിളിച്ചാൽ കാശ്മീരിൽ നിന്ന് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാലം വരാനുണ്ട് എന്ന് പണ്ടൊരു 20 കൊല്ലം മുമ്പ് പ്രസംഗിക്കുമ്പോൾ മൊയ്തീൻ ഷാ മാസ്റ്റർ പറയുകയുണ്ടായി. ഞാനത് നേരെ കണ്ട ഒരു രംഗമായിരുന്നു അവിടെ വെച്ചുകൊണ്ട് എനിക്കുണ്ടായത്. അതായത് നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ ഇന്ന് സാന്നിധ്യമുണ്ട്. ചെറിയ കാര്യമല്ല. 23 സംസ്ഥാനങ്ങളിൽ നമുക്കിന്ന് സാന്നിധ്യമുണ്ട്. അതിന് പുറമെ അവിടങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. എവിടെ ചെന്നാലും എവിടെ പോയാലും അവിടങ്ങളിലൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മകളും സ്ഥാപനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം വഴി കാണിക്കാൻ മുമ്പിൽ ആ വിളക്കുമാടമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വഴിയിൽ ഉറച്ചുന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യണമെന്നും നമ്മുടെ കുടുംബത്തെ, ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും ഈ വഴിയിലേക്ക് നമ്മൾ അടിയുറപ്പിച്ച് നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. നാട്ടിൽ പുതിയ ഈ തലമുറക്ക് ആവശ്യമായ ധാർമ്മിക വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും നൽകുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാകണം. യതീം കുട്ടികളെ വളർത്താനുള്ള സംവിധാനം ഉണ്ടാകണം. യതീം കുട്ടികളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. മുതഅല്ലിമീങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടാവാൻ ആവശ്യമായ ഈ പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? നേതൃത്വത്തിന് വേണ്ടി, വിശേഷിച്ചും ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.